ലോക ജനതയുടെ കണ്ണിൽ ഇന്നും വിസ്മയം സൃഷ്ടിക്കുന്ന സിനിമ എന്ന സ്വപ്നലോകം പിറവികൊണ്ട ദിനം. ഓഗസ്റ്റ് ലൂമിയറും ലൂയിസ് ലൂമിയറും വെള്ളിത്തിരയിൽ ചലിക്കുന്ന ചിത്രങ്ങളെ സൃഷ്ടിച്ചു. സിനിമ എന്ന മാധ്യമത്തിന്റെ പിതാക്കന്മാർ. ഇതാണ് സിനിമയുടെ ചരിത്രത്തിലേക്ക് പിറന്ന ആദ്യ ഷോട്ട്. അതിരുകളും ഭാഷകളും കടന്ന് സിനിമ ഇങ്ങ് കേരളക്കരയിലുമെത്തി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരുമായ എത്രയെത്ര പ്രതിഭകൾ. അവരിലൂടെ മലയാള സിനിമയുടെ പ്രശസ്തി ഇന്ത്യ മുഴുവൻ വളർന്നു. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും തരംതാഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല. സ്വന്തം കൂട്ടത്തിലൊരുത്തനെ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ഒറ്റിക്കൊടുക്കുക. അത് ഒരു മൂന്നാം കട പ്രതികാരത്തിന് വേണ്ടി. നീ ആണാണെങ്കിൽ നേരിട്ട് വാ. ಜಾಲಮಿತು ಕಥಗಳೇ ഒരു നവചിത്രമാക്കിയതു സിനിമ. എന്നുമെന്നും ഇവരിരുവരും മനസ്സിലെ മോഹമാക്കിയതു സിനിമ. ലൂമിയേ ലൂമിയേ ഓ ലൂമിയേ ലൂമിയേ. ആട്ടവും കളികളും ഗാനവും ചിരികളും പുതുയുഗമായി മാറി സിനിമ. സ്വപ്നലോകം സിനിമ കണ്ടു നിൽക്കും ഒരു ജീവിത കഥകളെ വർണ്ണമാക്കിയതു സിനിമ. കണ്ണീരിലും ചിരിയുടെ മൃദു സുഖമരുളുന്നതും സിനിമ. ഉണ്ണി, എന്താ കൃഷ്ണ? ഇന്ന് 1-ാം തീയതിയാ. നീ ആ ബോർഡ് തിരിച്ചിട്ടില്ലേ? എല്ലാ മാസവും കൃത്യമായി 1-ാം തീയതി തന്നെ വാടക വാങ്ങാൻ എത്തുന്ന അണ്ണാച്ചി ഡേറ്റ് തെറ്റിച്ചു വരാത്തത് നമ്മുടെ ഭാഗ്യം. ലൂമിയറേ, ലൂമിയറേ, அப்படியா? திருட்டு ராஸ்கல்ஸ் 3 മാസമായി വാടക കടിച്ചിട്ട് എന്നെ ഏമാറ്റാമെന്ന് കരുതണ്ട. എങ്കയോ ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തെരിയും. 1 വാരം ടൈം തരും. അതിനു മുന്നാടി 3 മാസത്തെ വാടക കടിച്ചില്ലെങ്കിൽ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിടുവേ. എടാ, ഇപ്പൊ തുമ്മല്ലേ? ഇത്തവണ ഒരു ഡയലോഗ് കൂടുതലുണ്ടല്ലോ. പണിയാവൂ? ചിലപ്പോ പണിയാവും. ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയെങ്കിലും കുറച്ച് പണം സംഘടിപ്പിച്ചില്ലെങ്കിൽ താമസം റോഡിന്റെ സൈഡിലേക്ക് മാറ്റേണ്ടി വരും. എങ്ങനെ സംഘടിപ്പിക്കും? എന്നെ ഏമാറ്റാന്ന് നിനക്ക് വേണ്ട. എനിക്കും ഇങ്ങ ആളിருக்கு. അധികം കളിച്ചാ കൈയും കാലും തല്ലി ഓടിച്ച് ഓടെ തള്ളുവേ. ജാഗ്രത. ഉണ്ണി, കാലും കൈകളും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ സംവിധാനം ചെയ്യും?
കേരളത്തിലെ ആദ്യത്തെ വികലാംഗരായ ഇരട്ട സംവിധായകർ നമ്മളായിരിക്കും. എന്റെ അമ്മോ. ഉണ്ണി, ഞാൻ പിന്നല്ലേ വാതിൽ തുറന്നടാ. അണ്ണാച്ചിയാണെങ്കിൽ സിഗ്നല് തന്നാ മതി, ഞാൻ ഓടി രക്ഷപ്പെടാം. അല്ല, നമുക്ക് ഓടി രക്ഷപ്പെടാം. നീ പോയി നോക്ക്. മൃദുലമായി ബെല്ലടിച്ച പോരെ മൃദുലേ? ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മൃദുലമായി ഒന്നും പ്രതീക്ഷിക്കേണ്ട പ്രദാസ്. ഓ, ഉണ്ണി, പ്രശസ്ത പരസ്യ നിർമ്മാണ കമ്പനിയായ ലൂമിയർ ബ്രദേഴ്സിന്റെ ഓഫീസ് സ്റ്റാഫ് ഇങ്ങനെ നേരം വൈകി വരുന്നത് ശരിയാണോ? ഇപ്പൊ സമയത്ര 10 മണിയാ. 10 മണി. അപ്പോ ചെറിയൊരു പണിഷ്മെന്റ് ഉണ്ട്. പോയി മുതലാളിമാർക്ക് ചായ ഇട്ടുണ്ടോ? മക്കളെ ഉണ്ണികൃഷ്ണന്മാരെ, 2 മാസമായി ശമ്പളം കിട്ടിയിട്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചായ ക്യാൻസൽ. മൃദുലേ, നിന്നിൽ ഞങ്ങൾ വലിയൊരു മോഡലിനെ കാണുന്നുണ്ട്. നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് മൃദുല. എല്ലാ പരസ്യങ്ങൾക്കും നീയല്ലേ മോഡൽ. ഉയർച്ചയിലെത്താൻ കുറച്ചൊക്കെ ത്യാഗം സഹിക്കണം. എനിക്കങ്ങനെ ത്യാഗമൊന്നും സഹിക്കണ്ട. വലിയ മോഡലാവുകയും വേണ്ട. ഹലോ, ലൂമിയർ ബ്രദേഴ്സ് ക്രിയേഷൻസ്. കിട്ടാനുള്ളതാ കൊടുക്കാനുള്ളതാ? കൊടുക്കാനുള്ളതാ. അവരിവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. പറയാം. എനിക്കിങ്ങനെ നുണ പറയാനൊന്നും പറ്റില്ല. ജീവിതം തന്നെ വലിയൊരു നുണയല്ലേ? ആരോ എഴുതി വെച്ച നുണ. ആ നുണക്കഥയിലെ കഥാപാത്രങ്ങൾ ഒക്കെ യാന്ത്രികമായി ചെയ്തു പോകും. അങ്ങനെ ഇപ്പൊ യാന്ത്രികമായി ഒന്നും ചെയ്യണ്ട. വേണ്ടല്ലോ. ചായ. അയ്യോ, എന്താ സൈതാലിക്ക ഒരു ഉത്തരവാദിത്തമില്ലാത്തത്? രാവിലെ ചായ ഞങ്ങൾക്ക് നിർബന്ധമാണെന്ന് അറിഞ്ഞൂടെ? ഇങ്ങനെ പോയ സൈതാലിക്ക ദേ ഇപ്പൊ അടുത്തൊന്നും ഒരു ചാൻസ്. അയ്യോ, അങ്ങനെ പറയല്ല മക്കളെ. നമ്മളെ ചെറുപ്പത്തിലുള്ള പൂതിയ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. നിങ്ങൾ ചെയ്യുന്ന പടത്തിൽ അഭിനയിക്കാവുന്ന പ്രതീക്ഷയിലാണ് നമ്മള്. അപ്പൊ സൈതാലിക്ക, ഉച്ചക്ക് ചോറിന് ബീഫ് ഫ്രൈയും മീൻ പൊരിച്ചതും ആയിക്കോട്ടെ. എനിക്കും കൂടെ. ഹലോ. ആ ഉണ്ട്, കൊടുക്കാം. കിട്ടാനുള്ളതാ കൊടുക്കാനുള്ളതാ? കിട്ടാനുള്ളതാ. ഹലോ. ആ സാർ, ചെയ്യാം സാർ. മോഡലുണ്ട് സാർ. അദ്ദേഹം നോർത്ത് ഇന്ത്യൻ ആണ് സാർ. പേര് സെയ്ദ് അലി ഖാൻ. ഓക്കെ ഓക്കെ സാർ. എന്റെ സൈതാലിക്ക, ഒരു ഉഗ്രാൻ ചാൻസ് വന്നിട്ടുണ്ട്. പരസ്യം ഇനി എല്ലാം മലയാളം ചാനലിലും ഇനി സൈതാലിക്ക കാണാം. പക്ഷെ പേരിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. സെയ്ദ് അലി ഖാൻ. ആരിത്? അമീർ ഖാനാ? എനിക്കിരിക്കാൻ കസേരയൊന്നും ഇല്ലേ? ഞങ്ങൾ എഴുന്നേറ്റ് തരണോ? അയ്യോ വേണ്ട, നമ്മളോട് നിന്നോളാം. കൊണ്ടുവാ. എന്താ നമ്മള് പറയേണ്ടത്? സൈതൽക്ക, ഇവിടെ നിൽക്ക്. മുഖത്ത് നല്ല ഭാവം വേണം. ആ ബോട്ടിൽ മേടിച്ചു പിടിക്കും. ഇതാണ് ഡയലോഗ്. എന്റെ ദാമ്പത്യ വിജയത്തിന്റെ രഹസ്യം സൂപ്പർ പവർ എക്സ്ട്രാ. ഉണർവിനും ഉന്മേഷത്തിനും സൂപ്പർ പവർ എക്സ്ട്രാ. സൈതാലിക്കയിൽ ഞങ്ങൾ മഹാനായ ഒരു നടനെ കാണുന്നുണ്ട്. പറയ് സൈതാലിക്ക. ക്യാമറ ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ.
എന്താ സൈതാലിക്ക ധൈര്യം അടിച്ച് ഒരാൾ ആക്ഷൻ പറഞ്ഞ പോരെ. സൈതാലിക്ക ഇരട്ട സംവിധായകർ ഒരുമിച്ച് ആക്ഷൻ പറയൂ. എന്റെ ദാമ്പത്യ വിജയത്തിന്റെ രഹസ്യം സൂപ്പർ പവർ എക്സെട്രാ. എക്സ്ട്രാ. എന്റെ സൈതാലിക്ക നല്ല വികാരത്തോടുകൂടി പറയും. ഇങ്ങനെ എന്റെ ദാമ്പത്യ വിജയത്തിന്റെ രഹസ്യം സൂപ്പർ പവർ എക്സ്ട്രാ, ഉണർവിനും ഉന്മേഷത്തിനും. അങ്ങനെ വേണം പറയാൻ. ഓക്കെ, റെഡി, ആക്ഷൻ. എന്റെ ദാമ്പത്യ വിജയത്തിന്റെ രഹസ്യം സൂപ്പർ പവർ എക്സ്ട്രാ, ഉണർവിനും ഉന്മേഷത്തിനും സൂപ്പർ പവർ എക്സ്ട്രാ. ഹലോ സാഗർ, ഉണ്ണി എവിടെയാ? ഞങ്ങൾ ഷൂട്ടിലാടാ. എന്താടാ എന്നെ വിളിക്കാൻ? ഇതൊരു പരസ്യടാ. എന്തായി സിനിമയുടെ കാര്യം? അത് നടക്കുന്നു. ഹലോ സാഗറെ. കൃഷ്ണ പറയടാ. ഞങ്ങൾ നാളെ നടൻ കുമാർ സാറിനെ കാണാൻ പോവുക. അത് ശരി. കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ട പ്രൊഡ്യൂസർമാർ ഞങ്ങൾ അന്വേഷിച്ച് വരും. കാര്യങ്ങളൊക്കെ ശരിയാ നിന്നെ അറിയിക്കാം. ദുബായിന്ന് അടുത്ത ഫ്ലൈറ്റിന് ഇങ്ങനെ കയറിയാ മതി. ഓക്കെ. നിനക്ക് ഈ വസ്ത്രം തീരെ ഇണങ്ങുന്നില്ല. അല്ലെങ്കിലും ബുദ്ധിജീവികൾക്ക് അത് തെളിയിക്കാൻ പ്രത്യേകിച്ച് വസ്ത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതില്ലാത്തവർക്ക് വസ്ത്രം നന്നായിട്ട് ഇണങ്ങും. നിനക്ക് ഈ വസ്ത്രം നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. തമാശക്കല്ലേ? അതെ, ശ്യാം കുമാർ സാറിനോട് ഞാൻ കഥ പറയാം. നിനക്ക് കഥ പറയാൻ അറിയില്ലല്ലോ. അപ്പൊ ഈ പോക്കും പോക്കാ. എടാ, ഈ സിനിമ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു അത്ഭുത ലോകമാ. ആലീസ് ഇൻ വണ്ടർലാൻഡ്. അതിൽ ആലീസാ നീ ഞാനും. നീ ഇത്രയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്? ചിലപ്പോഴൊക്കെ. ശ്യാംകുമാറിന്റെ സിനിമ നമ്മൾ ചെയ്തു കഴിഞ്ഞാ പിന്നെ നമുക്ക് ചുറ്റും നിർമ്മാതാക്കളുടെ ഒക്കെ ബഹളമായിരിക്കും. ഈ സിനിമ കഴിഞ്ഞാൽ അടുത്തത് സൂപ്പർ സ്റ്റാർ പ്രസാദ് ചന്ദ്രനെ വെച്ചെടുക്കും. അങ്ങനെ മലയാളത്തിലെ മഹാന്മാരായ സംവിധായകരുടെ പട്ടികയിലേക്ക് കൃഷ്ണനും ഉണ്ണി. സാർ, നിങ്ങൾ സിനിമാക്കാരാണോ? അതെ. അപ്പോ നടന്മാരും നടിമാരൊക്കെ അടുത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതെ, മലയാള സിനിമയിലെ എല്ലാ നടീനടന്മാരും ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്കത് വലിയ കാര്യമായിട്ടും തോന്നിയിട്ടില്ല. ഇപ്പൊ തന്നെ ഞങ്ങൾ സൂപ്പർ സ്റ്റാർ ശ്യാംകുമാർ സാറിനോട് ഒരു കഥ പറയാൻ പോവുക. അവിടെ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ സ്നേഹം ഓർത്തിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഓട്ടോഗ്രാഫ് വാങ്ങണമെന്നുണ്ട്. സാറൊന്ന് പറയാവോ? നോക്കട്ടെ, ഓട്ടോഗ്രാഫ് ഞങ്ങളുടെ കയ്യിൽ തന്നാ മതി. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനാണ് ഇപ്പൊ സൂപ്പർ സ്റ്റാർ. ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നു. എന്നെ നീ എന്ന ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. നീയൊക്കെ പറയുന്ന ചീത്തയ്ക്ക് കൂട്ടി എനിക്ക് കാശ് കിട്ടും. ഫോൺ വെക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് വാങ്ങിച്ചിരിക്കും, എന്റെ കൂടെ അഭിനയിപ്പിച്ചിരിക്കും. എല്ലാ സൂപ്പർ സ്റ്റാറുകളും എന്റെ കൂടെ അഭിനയിപ്പിക്കും. ഞാനായിരിക്കും സെൻട്രൽ ക്യാരക്ടർ. മറ്റൊരു 2020 ആണ് ലക്ഷ്യം. അല്ലെങ്കിൽ ഞാൻ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? നേരം വെളുക്കുമ്പോഴേക്കും ഗേറ്റിന് മുന്നിൽ ആരാധകരുടെ ശല്യ. നീ വാ സാർ. ഓട്ടോഗ്രാഫ്. ഓക്കെ. അനിയാ, ഒന്ന് മാറി നിൽക്കൂ പ്ലീസ്. ഈ ഗേറ്റിന് മുന്നിൽ ഇങ്ങനെ കൂടി നിൽക്കാതെ അല്പം മാറി നിൽക്കൂ. അതെ, അദ്ദേഹം വരുമ്പോ കാണാമല്ലോ. നമസ്കാരം. ഞാൻ കൃഷ്ണൻ, ഇത് ഉണ്ണി. നമസ്കാരം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഗേറ്റ് തുറന്നോളൂ. സാറന്മാരാണെന്ന് മനസ്സിലായില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലാവില്ല. നാളെ കേരളത്തിലെ പ്രശസ്തരാകാൻ പോകുന്ന ഇരട്ട സംവിധായകരെ നിങ്ങൾ എല്ലാരും തിരിച്ചറിഞ്ഞോളും. അതെ, ഞങ്ങൾ ശ്യാംകുമാർ സാറിനോട് കഥ പറയാൻ വന്നവരാ. ഈ നിൽക്കുന്നവരെ ആരാധകരൊന്നുമല്ല, നിങ്ങളെ പോലെ തന്നെ ശ്യാംകുമാർ സാറിനോട് കഥ പറയാൻ വന്ന സംവിധാന മോഹികളാ. 6 വർഷമായി സുഹൃത്തെ ഈ നടപ്പ് തുടങ്ങിയിട്ട്. വേറെ 5 ലക്ഷം രൂപയ്ക്ക് തീർത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടേ എനിക്ക് ഡേറ്റ് തന്നില്ല. പിന്നല്ലേ നിങ്ങൾക്കൊക്കെ. എനിക്ക് ലോക റെക്കോർഡ് കിട്ടുന്നതിന്റെ കണ്ണുകടിയാ. അസൂയ ഉമാർക്കൊക്കെ അസൂയ. മക്കളൊരു കാര്യം ചെയ്, പോയി പുറകിലോട്ട് നിന്നോ. ചില ദിവസം ഇതിനേക്കാൾ വലിയ ആൾക്കൂട്ടം ഉണ്ടാവാറുണ്ട്. ചിലരൊക്കെ മടക്കുമ്പോ പോകും. ഇതല്ലാതെ ജീവിതത്തിൽ വേറെ മാർഗമൊന്നുമില്ലെന്ന് ബോധ്യമുള്ളവർ വീണ്ടും വീണ്ടും വരും. ചെന്ന് നിന്നോളൂ. അതെ 6 മാസമായിട്ട് കയറി ഇറങ്ങിയാണ്. പിന്മാറുന്ന പ്രശ്നമില്ല. ഞാൻ ഡേറ്റ് വാങ്ങിച്ചിരിക്കും. ഗിന്നസ് ബുക്ക് വരെ പോകും. സാർ, എനിക്ക് വലിയ അറിവൊന്നുമില്ല. സിനിമ കാണുമെന്നല്ലാതെ സിനിമയെ കുറിച്ച് പറയാനും അറിയില്ല. പക്ഷെ ഒരു സംശയം ചോദിച്ചോട്ടെ? എന്താ? ഈ സൂപ്പർ സ്റ്റാറുകളുടെ പിന്നാലെ നടക്കാതെ പുതുമുഖങ്ങളെ വെച്ച് ഒരു സിനിമ ചെയ്തൂടെ? പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്ത ആരും അത് കാണില്ല. നല്ല സിനിമ ചെയ്യൂ സാർ, മലയാളികൾ അത് കാണും. എത്രയോ ഉദാഹരണങ്ങളുണ്ട്.
അത് മാത്രമല്ലടോ, പ്രൊഡ്യൂസർ, സാറ്റലൈറ്റ്, ഡിസ്ട്രിബ്യൂഷൻ, തിയേറ്ററുകൾ ഒക്കെ പ്രശ്നമാണ്. എല്ലാവർക്കും സ്റ്റാറുകളെ മതി. നിങ്ങളെപ്പോലുള്ള പുതുമുഖ സംവിധായകർ തന്നെ ഇങ്ങനെ പുതുമുഖങ്ങളെ തള്ളി പറഞ്ഞാൽ പിന്നെങ്ങനെ മലയാള സിനിമ നന്നാകും? എന്നിട്ട് കുറ്റം മുഴുവൻ പാവം മലയാളിക്ക്. അതെ, ഞങ്ങൾ ഇവിടെ ഇറങ്ങുക. എത്രയായി? 100. സാർ, ഓട്ടോഗ്രാഫ്. സോറി, ഞങ്ങൾക്കങ്ങനെ വലിയ ബന്ധങ്ങളൊന്നുമില്ല. എല്ലാം സ്വപ്നങ്ങളാ. ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് കൂടെ കൊണ്ട് നടക്കുന്നു മാത്രം. എനിക്ക് ഓട്ടോഗ്രാഫ് തന്നേ പറ്റൂ. എനിക്കുറപ്പുണ്ട്, നാളെ നിങ്ങൾ രണ്ടുപേരും മലയാള സിനിമയിൽ അറിയപ്പെടുന്ന സംവിധായകന്മാരാകും. എന്റേത് കരുനാക്ക സാറേ, ഞാൻ പറഞ്ഞാൽ ഫലിക്കും. അപ്പൊ എനിക്കെന്റെ കൂട്ടുകാരോട് പറയാമല്ലോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ആദ്യം ഓട്ടോഗ്രാഫ് വാങ്ങിയാൽ ഞാനാണെന്ന്. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ, എന്തൊരു ഉറക്കം ഇത്? എഴുന്നേൽക്ക്. മദ്യം വാങ്ങാൻ കാശുണ്ട്, ശമ്പളം ചോദിച്ചാൽ തരാൻ കാശില്ല. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും. പൊയ്ക്കോ. ആര് പറഞ്ഞു നിൽക്കാൻ? മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലായത്. രക്ഷപ്പെട്ടോ? ഞങ്ങൾ എന്തായാലും ചാവാൻ തീരുമാനിച്ചിരിക്കുക. എങ്ങനെയെങ്കിലും ശമ്പളം തന്ന് തീർത്തോളാം. ഉണ്ണി, മതിയടാ. ഇവളെ സങ്കടപ്പെടുത്താൻ പറഞ്ഞല്ലടാ, സത്യമല്ലേ? നമ്മൾ വെറും വേസ്റ്റ് അല്ലേ? ആർക്കും വേണ്ടടാ നമ്മളെ. ലൂമിയറേ, நீங்க டைம் பொண்ணு மத்தியம் லைஃப் என்ஜாய் பண்ணுங்களா? ஆகட்டும். 3 மாசத்தை வாரம் எங்க? நான் வரும்போதெல்லாம் இன்ன விட்டு விளையாட்டம். அது எனக்கும் பிடிச்சிருக்கு. ஆனா 3 மாசത്തെ ரெண்ட் எங்க? கொடுங்க, சீக்கிரம் கொடுங்க. അണ്ണാച്ചി, അത് ഒരാഴ്ചത്തെ സമയം തരണം. ஒரு வாரமா 1 hour டைம் போல கிடைக்காது. வாடகை கொடுங்கோ. അണ്ണാച്ചി, ഇപ്പൊ പണമൊന്നും കയ്യിലില്ല. ഉനക്കൊക്കെ പൊണ്ണുക്ക് കൊടുക്കാനും മദ്യം അടിക്കാനും ഇഷ്ടം പോലെ പണം ഇருக்கு. വാടക തരാൻ മറ്റും പണമില്ല. പണം ഒരാഴ്ചക്കുള്ളിൽ തരാന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ ഈ വീട് വിട്ട് പോകുന്നില്ലല്ലോ. അപ്പടിയാ? ഇറങ്ങിടാ വെളിയിൽ. ഇത് ഏൻ വീട്? ഇപ്പൊ അവസാനിപ്പിക്കണം നീങ്ക താമസം. വാടക തരാതെ വർത്താനം പറയുന്ന നായ്ക്കളെ. വലിയ ലൂമിയർ ബ്രദേഴ്സ് ഇപ്പൊ താ ഇവിടെ ഇറങ്ങണം. ഇതാ, ഇത് കൊണ്ടുപോയിക്കോളൂ. എത്രയെന്ന് വെച്ചാ എടുത്തോ. നീ താ സ്നേഹമുള്ള പൊണ്ണ്. ഇവന്മാരോട് പറഞ്ഞേക്ക് താമസിക്കുന്നതുക്ക് വേറെ ഇടം കണ്ടെത്താൻ. താങ്ക്സ്. എന്തോ താങ്ക്സ് നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ. എന്റെ വളയപ്പ് എടുത്തു തരും. ഇതിനേക്കാൾ നല്ലത് അണ്ണാച്ചിയായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ സിനിമയ്ക്ക് അഡ്വാൻസ് കിട്ടട്ടെ, അപ്പൊ എടുത്തുതരാം. ദൈവമേ, ഈ ജന്മത്ത് എനിക്ക് എന്റെ വള കിട്ടില്ലല്ലോ. Okay, boys, take ready. ഒന്നുമില്ല സാർ, വെള്ളം. No, no. കുഴപ്പമില്ല. ഇവിടെ നില്ല. കൂട്ടത്തിൽ ഇത്തിരി കാശുള്ളവരാ. കൊള്ളാം, സംഗതികളൊക്കെ ഇവനാണ് നമ്മുടെ നായകൻ. റിഹേഴ്സൽ നോക്കിക്കോളൂ. നാളെ പ്രശസ്തനാവേണ്ട ആളാണ്. അഭിനയം എന്നാൽ ഈ ജലാശയം പോലെയാണ്. അതിന്റെ കരയിൽ കണ്ണും മിടിച്ചു നിൽക്കുന്ന കുട്ടികൾ മാത്രമാണ്. ഓക്കെ ബോയ്സ്, തുടങ്ങിക്കോളൂ. ടേപ്പ് വാങ്ങിയില്ല. ടേപ്പിടാൻ ആര് പറഞ്ഞു? നമുക്ക് ക്യാമറ മാത്രം മതി. വെറുതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മാത്രം മതി. അത്രമാത്രം. ഓക്കെ ബോയ്സ്, തുടങ്ങിക്കോളൂ. നോക്കിട്ട് പോയിണ്ട് കൊച്ചേ, പെണ്ണേ പെണ്ണേ, നിന്നിട്ട് പോയിണ്ട് പെണ്ണേ.
കൊച്ചേ ഒന്ന് നവിടു പോയിന്റെ കൊച്ചേ വളരെ നാളുകളായി. ആക്ഷൻ. ഈ വയസ്സുകാലത്ത് ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കിടന്ന് മരിക്കാൻ എനിക്കാവില്ല മക്കളെ. എന്നെ പറഞ്ഞയക്കല്ലേ. അഭിനയം എന്നാൽ പൂർണ്ണമായി നമ്മൾ ആ കഥാപാത്രമാകണം. ഉദാഹരണത്തിന് എന്നെ നോക്കൂ. ഈ വയസ്സുകാലത്ത് ഏതെങ്കിലും വൃദ്ധസാധനത്തിൽ കിടന്ന് മരിക്കാൻ എനിക്കാവില്ല മക്കളെ, എനിക്കാവില്ല. എന്നെ പറഞ്ഞയക്കല്ലേ, പറഞ്ഞയക്കല്ലേ. ആ യെസ് ബോയ്സ്, വരൂ. നിങ്ങൾ ശിഷ്യപ്പെടാൻ വന്നതാണോ? അതെ സർ. നിങ്ങൾക്ക് എന്താണ് എന്നിൽ നിന്ന് പഠിക്കേണ്ടത്? അഭിനയം, സംവിധാനം, തിരക്കഥ, ഏത് വേണമെങ്കിലും പഠിക്കാം. സർ, ഞങ്ങൾക്ക് സംവിധാനം പഠിക്കണമെന്നുണ്ട്. ബോയ്സ്, നിങ്ങൾക്ക് സംവിധാനം പഠിക്കാൻ ഇന്ന് കേരളത്തിൽ വെച്ച് ഏറ്റവും അനുയോജ്യനായ ഒരാളുടെ അടുത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അത് നിങ്ങളുടെ ഭാഗ്യം. അതാരാ സർ? ഞാൻ തന്നെയാണ് ആ ഒരാൾ. ഈ ബാച്ചിലെ കുട്ടികളെ വെച്ച് ഞാൻ ഒരു മ്യൂസിക്കൽ ആൽബം സംവിധാനം ചെയ്യുന്നുണ്ട്. ആ വർക്കിൽ നിങ്ങൾക്ക് എന്റെ അസിസ്റ്റന്റായി ജോയിൻ ചെയ്യാം. ആ ബോയ്സ്, ഇനി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോകുന്ന ആൽബത്തിന്റെ റിഹേഴ്സൽ നോക്കിക്കളയാം. കൂടുതൽ കാശ് തരുന്നവർ ക്ലാസ്സിന് മുന്നിലേക്കും, കുറച്ച് കാശ് തരുന്നവർ പിന്നിലേക്കും, കാശ് തരാത്തവർ ക്ലാസ്സിന് വെളിയിലേക്ക് നിൽക്കൂ. സ്റ്റാർട്ട് അപ്പ്. ഓക്കേ. ഒന്ന് നിന്നിട്ട് പോയിന്റെ പെണ്ണെ കൊച്ചേ ഒന്ന് നോക്കിട്ട് പോയിന്റെ കൊച്ചേ പെണ്ണെ ഒന്ന് നിന്നിട്ട് പോയിന്റെ പെണ്ണെ കൊച്ചേ ഒന്ന് നോക്കിട്ട് പോയിന്റെ കൊച്ചേ വളരെ നാളുകളായി പുറകെ ഞാൻ നടന്നു ഇനിയൊന്നും ഇല്ലടി സർ, ഒരു മിനിറ്റ്, ഒരു കോഫി. യെസ് മാഡം. ഒരു ടീയും 2 കൂൾ ഡ്രിങ്ക്സും. ശരി. ഹലോ, ഇത് കോഫിയാ. ഞാൻ ഓർഡർ ചെയ്തത് ടീയാ. സോറി മാഡം. സോറി സാർ, അത് ടീ ആണ്, ഇതാണ് കോഫി. അത് ഞാൻ Stop it. You bloody. എക്സ്ക്യൂസ് മീ, കുട്ടി ഒന്ന് മാറി നിൽക്കൂ. നിങ്ങൾ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാമോ? വെറുതെ ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് തകർക്കുന്നത്. ഈ സ്ഥാനത്ത് നിങ്ങളുടെ പെങ്ങളുടെ ചിത്രമാണ് മൊബൈൽ ഫോണിൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താകും? എന്തിനാ സുഹൃത്തെ ഒരുപാട് പേരുടെ കണ്ണീരുകൾ ഒരു രസത്തിന് വേണ്ടി വീഴ്ത്തുന്നത്? ആത്മഹത്യ ചെയ്യുന്ന സ്വന്തം സഹോദരി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. സോറി, ഞാൻ ഒരിക്കലും ഇനി ഇങ്ങനെ ചെയ്യില്ല. എന്നോടല്ല, ക്ഷമ ആ കുട്ടിയോട് പറയൂ. സോറി. എക്സ്ക്യൂസ് മീ. താങ്ക്സ്. ഹേയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല ഊട്ടി. എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ്.
താനൊഴിച്ച്. അനുരാഗിണിയായി അഴകായരികിൽ അണയൂ സഖി സ്നേഹയമുനയായി. അനുരാഗിണിയായി അഴകായരികിൽ നീ അണയൂ സഖി സ്നേഹയമുനയായി. കളിവാക്കു ചൊല്ലി പ്രിയനോടു ചേരാം ഇനി ഇതുവഴി സുമവനികൾ ഞാൻ അണയുകയായി. അനുരാഗിണിയായി അഴകായ. എന്താണ് ഇത്? അയ്യേ എടാ, നീ എന്ത് വിശ്വസിച്ചാണ് ഇത്രയും നാളെ ഞാൻ നിന്റെ കൂടെ കിടന്നു? നിനക്ക് എന്താണ് കഷ്ടം പറ്റിയത്? ഞാൻ ഇന്നൊരു പെൺകുട്ടിയെ കണ്ടു. അവളോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം. നിനക്ക് ഏത് പെൺകുട്ടിയെ കണ്ടാലും പ്രേമിക്കാൻ തോന്നാറുണ്ടല്ലോ. അയ്യേ, ഇത് അങ്ങനല്ലടാ. പിന്നെ സ്വന്തമാക്കാൻ തോന്നുന്നൊരു ഇഷ്ടം. നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? പേര് ചോദിച്ചാ? ഇല്ല. വീട് എവിടെയാണെന്ന് ചോദിച്ചാ? ഇല്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞ? ഇല്ല. പിന്നെ എന്താണോ ഉള്ളത്? ഒരു കാര്യം ചെയ്യ്, നീ കിടന്ന് ഉറങ്ങ്. നേരം എടുത്തിട്ട് നമുക്ക് അന്വേഷിക്കാം. ഇന്ന് ഈ ഗ്യാപ്പ് നല്ലതാ. അയ്യേ, ദേവി 3.5 കോടി മുടക്കിയെടുത്ത സിനിമയാ ഇന്ന് റിലീസാ, അറിയാലോ. പടം ഗംഭീര വിജയമാക്കി തന്നെ അനുഗ്രഹിക്കണേ. ആ ഓമനെ, രാഹുകാലവും ജ്യോത്സ്യവും നക്ഷത്രവും ഒക്കെ നോക്കിയെടുത്ത സിനിമ. അവസാനം നക്ഷത്രം എണ്ണേണ്ടി വരും മുതലാളി. ദേവി കാത്തോളണേ. സീഡികൾ സിനിമാ സീഡികൾ. തേന്മാവിൻ കൊമ്പത്ത്, ദേ മാവേലിക്കൊമ്പത്ത്, ആവണിക്കൊമ്പത്ത്. വാ സാറേ, ഏത് സീഡിയാ വേണ്ടത്? നീ അവസാനം പറഞ്ഞ സിനിമയുടെ പേരൊന്നുകൂടി പറഞ്ഞേ. ആവണിക്കൊമ്പത്ത്. ദേവി ആശ്വാസായി. ഇന്ന് റിലീസാവുമ്പോ എന്റെ സിനിമയുടെ പേര് പറഞ്ഞതുപോലെ തോന്നി. മുതലാളി പറഞ്ഞ പടം എന്ന് വരും? ഉച്ച കഴിഞ്ഞ് വരും. എനിക്കൊരു സീഡി വേണം. സീഡികൾ പുതിയതും പഴയതുമായ സിനിമാ സീഡികൾ, ഭക്തിഗാനങ്ങൾ. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഞങ്ങൾ ലൂമിയർ ബ്രദേഴ്സ് എന്ന പേരിൽ ഒരു പരസ്യ കമ്പനി നടത്തുന്നുണ്ട്. പരസ്യ ചിത്രങ്ങളും ഷോർട്ട് ഫിലിമുകളും ചെയ്തിട്ടുണ്ട് സാർ. നിങ്ങൾ കാര്യം എന്താ പറ. ഞങ്ങളുടെ കയ്യിൽ ഒരു തിരക്കഥയുണ്ട് സാർ. സാർ, ഞങ്ങൾക്കിത് സിനിമയാക്കാൻ ആഗ്രഹമുണ്ട്. ഓ, നല്ല ആഗ്രഹം. അപ്പൊ ശരി സാർ, ഞങ്ങൾക്ക് ഈ സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സാറിനെ പോലൊരു വലിയ പ്രൊഡ്യൂസർ വിചാരിച്ചാൽ? വിചാരിക്കില്ല. തിരക്കഥ ഒന്ന് വായിച്ചു നോക്കൂ സാർ. ആദ്യം ഇവനെ പറഞ്ഞു കേൾപ്പിക്കും. സാറിനെ പോലുള്ളവരുടെ പ്രോത്സാഹനമല്ലേ സാർ ഞങ്ങളെ പോലുള്ളവർക്ക് വേണ്ടത്. ശരി, നിർബന്ധമാണെങ്കിൽ പ്രോത്സാഹിപ്പിച്ചേക്കാം. ആ തിരക്കഥയൊന്ന് വാങ്ങി വെച്ചേ. ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. നല്ലതാണെങ്കിൽ നോക്കാം. ശരി സാർ. ഓക്കെ സാർ. എടാ, ആ കാറിൽ പോകുന്നതേ മനുഷ്യരൂപമുള്ള നമ്മുടെ ദൈവമാടാ. തിരക്കഥ വായിച്ചാൽ ഇഷ്ടപ്പെടാതിരിക്കില്ല, എനിക്ക് ഉറപ്പാ.
കനവുകളെല്ലാമേതോ നിഴലുകളായോ സ്വയം കനവുകളെല്ലാമേതോ നിഴലുകളായോ സ്വയം കരളിലേൽക്കുമീ മുറിവു മായ്ക്കുവാൻ വിടരുമോ തിങ്കളേ കരളിലേൽക്കുമീ മുറിവു മായ്ക്കുവാൻ വിടരുമോ തിങ്കളേ പതിവായി നീ പടിവാതിലിൽ വരുമോ മൊഴികൾ ഇടറുന്നു ഹൃദയം തേങ്ങുന്നു ഉണ്ണി, നമുക്ക് മതിയാക്കട. ഉയർത്തിക്കൊണ്ടുവരാനും പണം മുടക്കാനും വേണ്ടപ്പെട്ടവരില്ലെങ്കിൽ സിനിമയിൽ ആരും ഒന്നും ആകില്ല. കഴിവുകളല്ല, ഭാഗ്യവും പണവാടാ എല്ലാം നിശ്ചയിക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്താടാ ഉള്ളത്? കുറെ സ്വപ്നങ്ങളല്ലാതെ. ശരിയാടാ, നീ പറഞ്ഞതാ ശരി. വർഷങ്ങൾ കൂട്ടിയും കഴിച്ചും നമ്മൾ എഴുതിയ തിരക്കഥ ഇതിന് നമുക്കപ്പം വേണ്ട. വാടാ, നമുക്ക് പോവാം. പോവാം. വേണ്ട സാർ, നല്ല ചൂടുള്ള കപ്പലണ്ടിയാ സാർ. വേണ്ട മോനെ. സാർ, ഒരു കാര്യം പറയട്ടെ, ഈ കപ്പലണ്ടി കഴിച്ച സാറിന്റെ എല്ലാ ടെൻഷനും മാറും. വേണ്ടെന്നല്ലേ മോനെ പറഞ്ഞത്? പ്ലീസ് സാർ, ഒരു പാക്കറ്റ്. ഒരെണ്ണം എടുക്ക. സാർ ഒന്ന് നിന്നേ. ഇത് സാർ ബാക്കി. വേണ്ട മോനെ, മോൻ വെച്ചോ. വേണ്ട സാർ, എനിക്ക് കപ്പലണ്ടി വിറ്റ് കിട്ടുന്ന പൈസ മതി. ദിവസവും വയറ് നിറയാന്നല്ലാതെ നിനക്കൊക്കെ എന്തിനാ പണം, അല്ലടാ? സാർ, ഇത് ഇരിക്കട്ടെ. സാർ, ആ വലിയ വീട് കണ്ടോ? ഒരിക്കൽ ഞാനത് വിലക്ക് വാങ്ങും. അതിന്റെ സ്വപ്നമാണ് സാർ. സ്വപ്നങ്ങൾക്ക് വേണ്ടിയല്ലേ സാർ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ കപ്പലണ്ടി കഴിച്ചാൽ ടെൻഷൻ പോകുന്ന ആ പയ്യൻ പറഞ്ഞ ശരിയല്ലേ കൃഷ്ണ? നമ്മൾ ഈ സിനിമ ചെയ്യും. പറ്റുമെങ്കിൽ ദേവാനന്ദനെ കൊണ്ട് തന്നെ നമ്മൾ ഈ സിനിമ ചെയ്യിക്കും. പരസ്യം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാശ് കിട്ടാൻ മാസങ്ങൾ പുറകെ നടക്കണം. ഞാനാണെങ്കിൽ കാശ് കിട്ടിയിട്ട് വേണം 2 ഷർട്ട് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക. നീ എന്റെ ഫെയറാലോ അല്ലയാണ്ടാ? അതിലെ ഇന്നലെ ഞെക്കിപ്പിഴിഞ്ഞ് തേച്ചത്. എവിടേക്കാ രാവിലെ തന്നെ? ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു തുടങ്ങുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരന്റെ സൗന്ദര്യം കൂടുന്നത്. അതെ, നിനക്കല്പം സൗന്ദര്യം കൂടിയിട്ടുണ്ട് തന്നെ. ചായ എന്താ സൈതലക്ക, മുഖത്തിനൊരു വാട്ടം? ഒന്നുമില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ? എന്തു പറ്റി? പാത്തുമ്മ ഛർദിച്ചു. പിന്നെ ചിരിച്ചോ കെട്ടിക്കാറായ മോള് പൊരുത നിൽക്കുമ്പോഴാ. എന്റെ സൈതാലിക്ക, കിട്ടിയ സാമ്പിൾ പാക്കറ്റ് മുഴുവൻ വാരത്തിന് ഞങ്ങൾ പറഞ്ഞ അത്. പിന്നെ നിങ്ങൾ ചായ കുടി. ആ മൃദുലേ, ഈ സൈതാലിക്കയുടെ മുഖത്ത് ഒരു ഉണർവും ഉന്മേഷം കാണുന്നുണ്ട്. ഈ സൈതാലിക്കയ്ക്ക് എന്ത് പറ്റി? പറ്റിയത് സൈതാലിക്കല്ല, ഇത്താത്തക്ക. എന്തായി അന്വേഷിച്ച? എന്താ ഇത്ര തിടുക്കം? ബ്രോക്കർ ഫീസ് തന്നാ പറയാം. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് തരാനുള്ളത് ഇന്ന് കുറച്ചോ? സത്യം പറഞ്ഞ കൃഷ്ണനും ഇന്ദുവും തമ്മിൽ ഒരു ചേർച്ചയും ഞാൻ കാണുന്നില്ല. അതെന്ത്? അവളൊരു അമ്പലവാസിയാ, തികഞ്ഞൊരു കൃഷ്ണഭക്ത. സാരമില്ല, ഞാനൊരു കൃഷ്ണനാണല്ലോ. പിന്നെ മദ്യപാനി ആയിരിക്കരുത്. മാത്രമല്ല, അയാളുടെ കുടുംബത്തിൽ പോലും ഒരു മദ്യപാനി പാടില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രണയിക്കാത്ത ആളായിരിക്കണം. പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കാത്ത ആളാവണം. ഇല്ല, അവൻ പെൺകുട്ടികളുടെ മുഖത്ത് മാത്രം നോക്കാതെ
ഒറ്റയ്ക്കാ? ഹലോ, കൺട്രോൾ റൂം. പുക വലിക്കരുത്, ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കരുത്, പരോപകാരിയായിരിക്കണം, അങ്ങനെ കുറെ നിബന്ധനകൾ. പക്ഷേ കൃഷ്ണന്റെ പേര് പറയുമ്പോ അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കം. എന്നാലും ഈ നിബന്ധനകളൊക്കെ ഒരല്പം കട്ടിയല്ലേ? കൃഷ്ണ, ഈ പ്രണയകഥ ഞാൻ സംവിധാനം ചെയ്യാം. ആദ്യ ഷോട്ട് ഇന്ദു സ്ഥിരമായി പോകാറുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ. ഇടയും എന്നാലും പേടിക്കണ്ട. അമ്പലത്തിൽ കയറിയ നിന്നെ പെട്ടെന്ന് അനുഗ്രഹിച്ചു കളയെന്നുള്ള പേടിയൊന്നും വേണ്ട. എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ആ പാവ ഇന്ദുവിനെ ദൈവം കൈവിട്ടില്ല. എങ്ങനെ? എടാ, അല്ലെങ്കിൽ പിന്നെ അവളെ നിന്റെ മുമ്പിൽ കൊണ്ട് ചാടിക്കൂ. അപ്പോ ആദ്യ ഷോട്ട് അമ്പലത്തിൽ. നിന്റെ ഒരു കാര്യം എടാ, ദൈവമില്ലെന്ന് മാത്രം നീ പറയരുത്. അമ്പലത്തിന്റെ വാതിൽ വരെ വന്നിട്ടാണോ കയറാതെ തിരിച്ചു പോകുന്നത്? എടാ, ദൈവം സർവ്വവ്യാപിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് നിനക്കെന്തറിയാം? ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്. ക്രോധാൽ സവതി സമ്മോഹാൽ, സമ്മോഹാൽ സവതി മൃതിഭവശാൽ, മൃതിഭവശാൽ ബുദ്ധിനാശഃ, ബുദ്ധിനാശാൽ വിനാശഃ. കൃഷ്ണ, നിന്റെ വാക്കുകൾ എന്റെ കണ്ണു തുറന്നു. എനിക്കിപ്പോ തന്നെ അമ്പലത്തിൽ പോണം. നിന്നെ പോലെ എനിക്ക് കുടിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത, സ്ത്രീകളുടെ മുഖത്ത് പോലും നോക്കാത്ത ഒരു നല്ല മനുഷ്യനാണ്. ചെല്ല്, പോയി മനമൊരുക്കി പ്രാർത്ഥിക്കേ. കൃഷ്ണ, ക്രോധാൽ സംഗതി. ഇന്ദു എന്നും ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട്. ഇതിനു മുമ്പേ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ആ, ഭഗവാനെ കാണാൻ എത്ര എത്ര അമ്പലങ്ങൾ, എല്ലായിടത്തും പോയി തൊഴും. കൂട്ടുകാരൻ കുടിക്കോ? എത്ര ഉപദേശിച്ചു. എനിക്കിതിന്റെ മണം അടിക്കുമ്പോഴേ ഓക്കാനം വരും. ആ, ഒക്കെ ശരിയാവും. ഇന്ദു, ഞാൻ ഇന്നൊരു അഡ്വൈസ് ചോദിക്കായിരുന്നു കൃഷ്ണനോടെ. എന്ത്? എനിക്ക് ഒരു പെൺകുട്ടിയെ വളരെ ഇഷ്ടമാണ്, അത് തുറന്നു പറഞ്ഞോട്ടെ എന്ന്. കൃഷ്ണൻ എന്തു പറഞ്ഞു? എന്തു പറയാൻ, പറയണ്ടെന്ന് പറഞ്ഞു. ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമല്ലത്രേ. എന്താ, ഈ കൃഷ്ണനെ ഇഷ്ടമല്ലെന്ന് കുട്ടി ആ കൃഷ്ണനോട് പറഞ്ഞു. അപ്പൊ ഈ ഷോട്ട് ഒറ്റ ടേക്കിൽ ഓക്കെ. നെക്സ്റ്റ് ഒരു ലവ് സോങ്. മഞ്ഞൾ കൂറി വരച്ചടുത്തൊരു പെണ്ണെ, നിന്റെ മോഹം കാണുമ്പോൾ എന്നുള്ളിൽ ഓരോരോ ഗാനം വിരിയുന്നു. മഞ്ഞൾ കൂറി വരച്ചടുത്തൊരു പെണ്ണെ, നിന്റെ മോഹം കാണുമ്പോൾ എന്നുള്ളിൽ ഓരോരോ ഗാനം വിരിയുന്നു. കാണാതെ പൂവാകച്ചോട്ടിൽ പോരുന്നു നീ. മഞ്ഞൾക്കൂറി വരച്ചൊരുങ്ങിയ പെണ്ണിൻ പ്രിയമോഹം കാണുമ്പോൾ നിന്നുള്ളിൽ ഓരോരോ ഗാനം ഉണരുമോ? ഞാൻ തിരക്കഥ വായിച്ചു, അത്ര പോരാ. അല്ല സാർ, അത് വിഷമിക്കണ്ടാന്നേ, വേറൊരെണ്ണം എഴുതിക്കൊണ്ട് വരൂ.
നല്ലതാണേ നമുക്ക് നോക്കാം. ദാ സാറ് ചെയ്ത കഴിഞ്ഞ 2 സിനിമകളും പരാജയമായിരുന്നു. ഞങ്ങളും അത് കണ്ടതാണ്. അതും സാറ് വായിച്ചിട്ട് ബോധ്യപ്പെട്ടതാണല്ലോ അല്ലേ സാർ? എന്താ സാർ ഈ തിരക്കഥയുടെ പ്രശ്നം? ഞങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഞങ്ങളെ ഒഴിവാക്കാൻ ഈ തിരക്കഥയെ മോശമായിട്ട് പറയരുത് സാർ. പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടി അത്ര വലിയ പ്രൊഡ്യൂസറൊന്നും അല്ല ഞാൻ. നിങ്ങളിത് മറ്റാരെങ്കിലും കാണിച്ചു നോക്ക്. അപ്പൊ അതാണ് കാര്യം. നിങ്ങൾ ആ ദേവാനന്ദൻ ഇന്ന് പോയി കാണും. അയാൾ നിറയെ സിനിമ ചെയ്യുന്ന ആളല്ലേ. ഈ തിരക്കഥയ്ക്ക് പകരം മറ്റേതെങ്കിലും അയാളെ ഒന്ന് കാണിക്ക്. എന്നാ ചിലപ്പോ നടന്നേക്കും. ഉപദേശത്തിന് നന്ദി. വട ഹലോ, സംഗതി ഓക്കെ ആയി. അവരെ വളരെ കൂളായിട്ട് ഒഴിവാക്കി. അസല് തിരക്കഥ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്പം സ്വല്പം ഒക്കെ ഒന്ന് മാറ്റിയാൽ മതിയെന്നേ. പിന്നെ ശ്യാംകുമാർ തന്നെ അഭിനയിക്കണം. ഒരു 2 ലോഡ് കശുവണ്ടി അങ്ങ് കയറ്റി വെച്ചേക്ക്. ഞങ്ങൾ മണ്ടന്മാരാണെന്ന് കരുതിയോ? തിരക്കഥ മോശമാണല്ലേ? രാവും പകലും കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കിയ തിരക്കഥ ഉളുപ്പില്ലാതെ മോഷ്ടിക്കുന്ന തന്നെ പോലുള്ളവരെ കള്ളാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് കൂടി മാനക്കേണം. ഈ തിരക്കഥയെങ്ങാനും മോഷ്ടിച്ച തന്നെ ഞങ്ങൾ കോടതിയിലൊന്നും കേട്ടില്ല. അസല് ശവപ്പെട്ടിക്കുള്ളി കിടത്തും. കിടക്കണോ? എടാ നിർത്ത്. എടാ ഇതാ നടൻ പ്രസാദേന്ദ്രന്റെ ഗസ്റ്റ് ഹൗസാ. ഒന്ന് കേറി നോക്കിയാലോടാ. അയാളുടെ ഡേറ്റ് എങ്ങാനും കിട്ടിയാ നോക്കാല്ലേ? വാടാ. ഉണ്ണി, പട്ടിയെല്ലാം കാണുവാടാ. ആരെ കാണുന്നില്ലല്ലോ. വാ നോക്കാം. എന്താ കൂവലിന്റെ ശക്തി കുറഞ്ഞത്? തിന്ന ബിരിയാണി ദഹിച്ചോ? തിയേറ്ററിലെ കൂവലിന്റെ ശക്തി അനുസരിച്ചായിരിക്കും ആൾക്കാരുടെ കൂലി നിശ്ചയിക്കുന്നത്. നമുക്കിനി ഒന്നുകൂടെ നോക്കാം. ആദ്യം തിയേറ്ററിൽ കർട്ടൻ ഉയരുമ്പോൾ ദാ ഇങ്ങനെ കൂടണം. പിന്നെ ലൈറ്റിൽ നടഞ്ഞ് പടത്തിന്റെ പേരെഴുതി കാണിക്കുമ്പോൾ ദാ ഇങ്ങനെ കൂടണം. ഇനി ശ്യാംകുമാറിനെ കാണിക്കുമ്പോൾ ശ്യാംകുമാറെ എന്താ താമസിച്ചത്? കറക്റ്റ് 3 മണിയോടെ ഷോയ്ക്ക് മുമ്പ് റിഹേഴ്സൽ കഴിഞ്ഞ് തിയേറ്ററിൽ എത്തേണ്ടതാ. മഹാന്മാരായ ലൂമിയർ സഹോദരന്മാരുടെ ചിന്തകളിൽ പിറന്ന് ധാരാളം മഹാരഥന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ വളർന്ന സിനിമയെന്ന സ്വപ്നലോകത്തെ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. സിനിമ എന്റെ പാഷനാണ്, എന്റെ വികാരമാണ്, എന്റെ ജീവനാണ്, എന്റെ ജീവിതമാണ്. ഞാൻ സിനിമ ഇല്ലാത്തോടത്തോളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ ചിലപ്പോൾ വയോവൃദ്ധനായി പോകും, രോഗിയായി പോകും, യാതൊരു സംശയവുമില്ല. കഥകൾ ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്ലസന്റാണ്. ഞാൻ ജീവിതത്തിലേക്ക് വീണ്ടും ഭയങ്കര ശക്തി കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കൃഷ്ണ, നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താടാ തോന്നുന്നേ? എന്തോ വല്ലാത്തൊരു ഉണർവ് തോന്നില്ലേ? അതാ പറഞ്ഞേ, ചേരുമ്പടിയെ ചേരൂ. നമ്മളാ യഥാർത്ഥ ഇരട്ട സംവിധായകൻ. വിനയൻ സാറിന്റെ വാക്കുകളെന്തോ വല്ലാത്തൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. നമുക്കും സംവിധായകരാകാൻ പറ്റും അല്ലടാ? തീർച്ചയായും പറ്റൂടാ. നീ വിനയൻ സാറിന്റെ കാര്യം തന്നെ നോക്ക്. എന്തെല്ലാം കടമ്പാടാണ് അദ്ദേഹം ഈ നിലയിലെത്തിയത്. അത്രയ്ക്കൊന്നും നമുക്ക് സഹിക്കേണ്ടി വന്നില്ലല്ലോ. അത് ശരിയാ. ഏതായാലും വിനയൻ സാറിന്റെ പടത്തിന്റെ പൂജ നമ്മുടെ പ്രത്യാശയുടെ പൂജയാവട്ടെ. നീശ്വരനോ നിരീശ്വരവാദി എന്താ പറഞ്ഞത്? എടാ നമുക്ക് പ്രതീക്ഷിക്കാന്ന്. കള്ളോളം നല്ല പനീയം ഉലോകത്തില്ല മളോരേ. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് എന്താ ചെയ്ത്? ഒന്നുമില്ലടാ, ഞാൻ ഫിറ്റൊന്നുമല്ല. ഒരൽപ്പം അത് സന്തോഷം കൊണ്ടാ. ചെറുക്കം വന്നിട്ട് പോയാ ഞാൻ ഫിറ്റാവും. അത് സങ്കടം കൊണ്ടാ. അല്ലച്ചാ, ഇത് നടക്കുന്ന എന്റെ മനസ്സ് പറയുന്നു. നടക്കട്ടെ. എന്താ അമ്മ ഈ വേഷത്തില്? ഇന്നെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് നിന്നൂടെ? അതിന് ചെറുക്കം വരുന്നത് നിന്റെ അമ്മയെ കാണാനല്ലോ. അന്നോടി മോൻ വല്ലതും കഴിച്ചോ? ഇല്ലമ്മേ, നല്ല വിശപ്പുണ്ട്. എവിടെ കല്യാണ പെണ്ണ്? അകത്തുണ്ട്, വാ. അല്ല, വന്നോ സംവിധായകൻ? ഇരിക്കേട്ടാ. ചൂടുള്ള കഞ്ഞിവെള്ളം ഇരിപ്പുണ്ടോടി കുടിക്കാൻ? ഏട്ടനിരിക്കെ, ഇപ്പൊ കൊണ്ടുവരാം.
കല്യാണ പെണ്ണ് എന്തെടുക്കുക? ആ ഏട്ടൻ വന്നോ? എന്റെ കുട്ടി സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. മോനെ ദാ ചായ. ഈ കല്യാണം നടക്കുന്ന അമ്മാവനെന്താ ഇത്ര ഉറപ്പ് പറഞ്ഞു? അത് അവരുടെ ബന്ധുക്കൾ മീരെ കണ്ടിട്ടുണ്ടെന്ന്. എങ്ങനെങ്കിലും കണ്ണിന്റെ ഓപ്പറേഷൻ നടത്തണം. എനിക്ക് ഉറപ്പുണ്ട് എന്റെ മീരക്കുട്ടിയുടെ കാഴ്ച തിരിച്ചു കിട്ടും. ഏട്ടാ, എനിക്ക് ഏട്ടനെയും അമ്മയൊക്കെ കണ്ട് കൊതി തീർന്നില്ല. എന്നും ഉറങ്ങി ഉണരുമ്പോ ഞാൻ കരുതും ഇന്ന് എനിക്കെല്ലാം കാണാന്ന്, നിങ്ങളെയൊക്കെ കാണാന്ന്. എന്റെ കുട്ടിക്ക് ഏട്ടനില്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്പറേഷൻ നടത്താം. പണം ഈ ഏട്ടനുണ്ടാക്കും. അവരെത്തി. ഇറങ്ങി വാ. വരണം വരണം. സ്റ്റെപ്പോട്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇരിക്കെ. യാത്രയൊക്കെ സുഖമായിരുന്നു? വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഏയ് ഇല്ല, ഒരു നല്ല കാര്യമല്ലേ. സമയം ഒന്ന് നോക്കിട്ട് ഇറങ്ങി, അതാ ഇത്തിരി വൈകിയേ. ഇതാരാ? ഇത് കൃഷ്ണൻ, പെൺകുട്ടിയുടെ ആങ്ങള. എന്ത് ചെയ്യുന്നു? ഞാൻ ഇതേ സിനിമ സംവിധാനം ചെയ്യാൻ നടക്കുകയല്ലേ. അതിന്റെ പേര് ജോലിയും കൂലിയും ഒന്നും ഇല്ല. ഇങ്ങനെ നടക്കുന്നവരൊക്കെ ഈ ചെറുക്കനെ കണ്ടു പഠിക്കണം. എല്ലാ കുറവുകളും മറികടന്ന് ഇദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗം നേടിയില്ലേ. ചെറുക്കന് പെണ്ണിനെയും പെണ്ണിന് ചെറുക്കനെയും കാണാൻ പറ്റാത്ത പെണ്ണ് കാണൽ ചടങ്ങ് അല്ലേ ഏട്ടാ? വാ മോളെ, എണീക്ക്. ഏട്ടനോട് പറയേ. പോയിട്ട് വരട്ടെ ഏട്ടാ. വാ. ഇനി മീരയ്ക്ക് വേണ്ടി അമ്മാവൻ ബുദ്ധിമുട്ടണമെന്നില്ല. ഇത്രയും കാലം ഒന്നും മിണ്ടായിരുന്നത് പേടിച്ചിട്ടാണെന്ന് കരുതിയോ? കൃഷ്ണ, അമ്മ ഒന്നും മിണ്ടായിരുന്നേ. പെങ്ങളുടെ മക്കളെ സ്നേഹിച്ച് കൊല്ലുമായിരുന്നല്ലോ. ഈ മനുഷ്യൻ നമ്മളെ നോക്കി ഒന്ന് ചിരിച്ചിട്ടുണ്ടോ അമ്മേ? ദയവ് ചെയ്ത് അമ്മാവൻ ഞങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി ഈ വഴിക്ക് വരരുത്. നിർത്തറ. വേണ്ട, അവൻ പറയട്ടെ. കുറച്ച് രൂപ മുടക്കിയാൽ മീരമോൾക്ക് കാഴ്ച തിരിച്ചു കിട്ടും. ഇത്രയും കാലമായിട്ടും നിനക്കത് പറ്റിയോ? കുറച്ചുകൂടി കഴിഞ്ഞാൽ കാഴ്ച തിരിച്ചു കിട്ടാതാകും. ആ ചെറുക്കന് പണമുണ്ട്. അവര് വിചാരിച്ചാൽ എന്റെ കുട്ടിക്ക് കാഴ്ച തിരിച്ചു കിട്ടും. അതുമാത്രമായിരുന്നു എന്റെ മനസ്സിൽ. എന്റെ കുട്ടിയുടെ തപ്പിത്തടഞ്ഞുള്ള നടപ്പ് കാണുമ്പോ എന്റെ നെഞ്ചു നീറും. നീ പറഞ്ഞ ശരിയാ. അമ്മ അവന് ചിരിക്കാൻ അറിയില്ല, കരയാനും. പക്ഷേ നീ ഇറക്കി വിട്ടാൽ ഈ അമ്മ അവൻ കരഞ്ഞു പോകും. എന്തോ പ്രശ്നമുണ്ടല്ലോടാ ഇരിപ്പിൽ. ആ ഇരിപ്പും ബാഗും കണ്ടിട്ട് സ്ഥിരതാമസത്തിന് വന്ന ലക്ഷണമുണ്ട്. ചതിച്ചോടാ. എന്നായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കണ്ടല്ലേ. നീ വാ. എന്താ മൃദുലേ, ഇന്ന് സൺഡേ അല്ലേ? ഓഫീസില്ലല്ലോ. ഞാൻ ഇനി വീട്ടിൽ പോകുന്നില്ല. സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവും. അപ്പൊ വീട്ടിൽ അന്വേഷിക്കില്ലേ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. കൃഷ്ണ, നീ കേട്ടില്ലടാ. ഇവളെന്താ ചെറിയ കുട്ടിയാ? ഈ എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് വീട് വിട്ടിറങ്ങാൻ?
അതെ, നിങ്ങളൊരു തീരുമാനത്തിലെത്ത്. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. അല്ലടാ, വീട്ടിൽ എന്റെ കല്യാണം ഉറപ്പിക്കാനുള്ള തീരുമാനത്തിലാ. കൺഗ്രാചുലേഷൻസ്. ഉണ്ണിയേട്ട വേണ്ട കേട്ടോ. എന്താ ഇത്ര ചിരിക്കാൻ? നീ ഇത്ര മണ്ടിയായി പോയല്ലോ. ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്നെ വിവാഹം കഴിക്കാവുന്ന? ഉണ്ണിയേട്ട കളി പറയല്ലേ. കളി പറഞ്ഞല്ല, ആണും പെണ്ണുമായ അവസരം കിട്ടുമ്പോ തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞ എല്ലാവരും കല്യാണം കഴിക്കാൻ പറ്റൂ? നീ എന്നെ ചതിക്കായിരുന്നോ? തട്ടാനും മുട്ടാനും മാത്രമായിരുന്നോ ഞാൻ? എന്താ സംശയം? അത്രേ ഉള്ളൂ. മുതല വീട്ടിൽ പോ. നാളെ നല്ല കുട്ടിയായിട്ട് ജോലിക്കോ. നാട്ടുകാരുടെ മുമ്പിൽ ഷോ കാണിച്ച് വെറുതെ നാണം കിടണ്ട. നീ പോവാനാ പറഞ്ഞേ. ഉണ്ണി, എന്താടാ ഇത്? നീ എന്തൊക്കെയായി പറയുന്നത്? കൃഷ്ണ, എന്റെ പേഴ്സണൽ കാര്യത്തിൽ നീ ഇടപെടണ്ട. എടാ, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, ആരും ഒന്നും പറയണ്ട. എനിക്ക് ഇവിടെ ആരുമല്ല. ഉണ്ണി, മൃദുല കയറിയിരിക്കെ. അവന് ഭ്രാന്ത. ഞാൻ അവനോട് സംസാരിക്കാം. വേണ്ട, സ്നേഹം നിർബന്ധിച്ച് കിട്ടേണ്ടതല്ല. ഞാൻ അവന് ജീവന തുല്യ സ്നേഹിച്ചതാ. ഒരിക്കലും അവനത് തിരിച്ചറിയും. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. മൃദുല, നീ ഇതെന്താ അവന്മാർ ഇരുട്ടത്തിരിക്കണേ? ലൈറ്റ് മാറ്റി വിടാതെ. നിങ്ങളെന്താ വെളിച്ചത്തെ പേടിച്ചിരിക്കുക? ഇത് കണ്ടോ? എല്ലാ വിഷമങ്ങളും മാറ്റാനുള്ള ഒറ്റമൂലി. ഇത് കുടി, എന്നിട്ട് സങ്കടങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചെറിയ. എന്റെ പകയാ, അത് വെള്ളം ചേർത്തടി. സാരമില്ലെന്ന് വെക്കാൻ പറ്റുന്ന വിഷമങ്ങളല്ല സൈതാലിക്ക ഉള്ളിലുള്ളത്. 2 ലക്ഷം രൂപ കൊടുത്താലേ എന്റെ അനിയത്തിയുടെ ഓപ്പറേഷൻ നടക്കും. കുറച്ചു നാൾ കൂടി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഒക്കെ കാഴ്ച തിരിച്ചു കിട്ടില്ല. ജീവിതകാലം മുഴുവൻ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക. ഇപ്പോൾ എനിക്ക് എന്നോട് തന്നെ പരിഹാസം തോന്നുക. ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾക്ക് പിന്നാലെ നടന്ന ഭ്രാന്ത്. എന്ത് ചെയ്താലും നമുക്ക് ആ പണം കണ്ടെത്തണം. എങ്ങനെ? അതൊന്നും നടക്കില്ലടാ. ബ്രദേഴ്സ്, നിങ്ങളെല്ലാം കണ്ട് രസിച്ചിരിക്കുകയാണല്ലേ? കുട്ടിക്കാലത്തെ കണ്ട സ്വപ്നം അതങ്ങ് വളർന്നു. അവസാനം ഒന്നും ആവാനാവാതെ സിനിമയുടെ നിറപ്പകട്ടിനിടയിൽ ആരും അറിയാതെ ചത്തൊടുങ്ങിയ ആയിരങ്ങളിൽ ഒരു ഉണ്ണിയും കൃഷ്ണനും. അവസാനം സ്നേഹിച്ച പെണ്ണിനെ വരെ. നിങ്ങൾ സിനിമ ചെയ്യുമ്പോൾ അതിൽ അഭിനയിക്കാൻ തയ്യാറായ ഞാൻ നിൽക്കുന്നത്. കരയാൻ ആർക്കും പറ്റും, ജയിക്കാനാ പാട്. ഒരുത്തൻ പ്രേമിച്ച പെണ്ണിന്റെ പേര് പറഞ്ഞ് പട്ടിയെ പോലെ മോങ്ങുന്നു. മറ്റൊരുത്തൻ പെങ്ങളുടെ കണ്ണിന്റെ കാര്യം പറഞ്ഞു മോങ്ങുന്നു. ഒരു ലൂമിയർ ബ്രദേഴ്സ്. നിങ്ങൾ ഫെയിലുവർ ബ്രദേഴ്സാ, തോറ്റുപോയവർ. ഞാൻ ഇനി ആരുടെ അടുക്ക പോയി ഒരു ചാൻസ് വയ്ക്കും എന്റെ പടച്ചോനെ? നിങ്ങളുടെ ജീവിതത്തിൽ അവസാന സീൻ ഇതാവണ്ട. കിടന്നുറങ്ങാൻ നോക്ക്. എന്താടാ? ഒന്നുമില്ല. നീ ആർക്കായി ഫോൺ ചെയ്യുന്നത്? ഒന്നുമില്ലടാ, നീ നോക്കി വണ്ടി ഓടിക്ക്. ആ അമ്മാവാ, നീ എവിടെയാ? എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തണം. ആ ശരി ഉണ്ണി, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. മിസ്റ്റർ കൃഷ്ണൻ, എത്രയും വേഗം നിങ്ങളുടെ സിസ്റ്റർ ഓപ്പറേഷൻ നടത്തണം. എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയ്ക്കാവും. കണ്ണിലേക്കുള്ള രക്തോട്ടത്തിന് കാര്യമായ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല ഡോക്ടർ, കാശിന്റെ ഒരു... അത് നിങ്ങളുടെ കാര്യം. എത്ര നാളായി ഓപ്പറേഷന്റെ കാര്യം പറയുന്നു? ഡോക്ടർ, അടുത്ത ആഴ്ച തന്നെ ഓപ്പറേഷൻ നടത്താം. അതിന് പണം എത്രയും വേഗം അടയ്ക്കാം, അല്ലേ? ശരി. ഈ മൃദുലയാണെങ്കിൽ കാലത്ത് പോലെ സ്വിച്ച് ഓഫ്. ഉണ്ണി, എങ്ങനെയാടാ ഇത്രയും പണം ഉണ്ടാക്കുക? പണം നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാടാ. എങ്ങനെ? നമുക്ക് ആരോടെങ്കിലും ഒക്കെ ചോദിക്കാം. പലിശക്കായാലും വേണ്ടില്ല, കാര്യം നടക്കണ്ടേ? എടാ, നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ? നമുക്ക് അണ്ണാച്ചിയോട് ചോദിക്കാം.
പോയ ഒരു വാക്ക് കിട്ടിയാലോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അണ്ണാച്ച കാശ് തരില്ലെന്ന്. വെറുതെ നാണം കെട്ടു. ഹലോ, ഞാൻ ഉണ്ണിയ, മൃദുല ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഓണറാ. ഇല്ല, എന്താ മൃദുല എവിടെ? നിർത്തണം. നീ എന്തായി കാണിക്കുന്നേ? നീ വന്നേ. നീ വന്നേ. നീ ആദ്യം വണ്ടി കയറി. പതുക്കെ. ആദ്യം നമുക്ക് വീട്ടിൽ പോകാം. നിക്കണം. പതുക്കെ കയറി. പതുക്കെ. ഞാൻ തന്നെ വിളിക്കണോ മോളെ? പേടിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാ മതി. ശരി മോളെ. നിങ്ങൾ ആരാണ്? അപ്പോ നിങ്ങൾ അറിഞ്ഞില്ലേ? എന്താ മൃദുല എവിടെ? മൃദുല മരിച്ചു. കൊല്ലു. ഇത് കൃഷ്ണൻ പറഞ്ഞിട്ട് ചെയ്തതാ, ഞമ്മളെ തല്ലല്ലേ. നീ ഇവിടെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോ തന്നെ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഉണ്ണി, ചെയ്താലിപ്പോ ഇനിയിപ്പോ നമ്മുടെ ആവശ്യമില്ല. കുട്ടികൾ ആഘോഷിക്കട്ടെ. ഒന്ന് പോടോ സൂപ്പർ പവർ ചെയ്താലി. പേടിയൊന്നുമില്ലല്ലോ. അപ്പൊ കാണാം. ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. ശരത്തെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഉണ്ണി എവിടെ? ഉണ്ണി, എന്താടാ വിശേഷമുണ്ട്? പറയാം. ഉണ്ണിയും വരട്ടെ. ഇതെന്റെ ആദ്യ സിനിമയുടെ പൂജയുടെ ക്ഷണപത്രമാണ്. നിങ്ങൾ വരണം. കൺഗ്രാചുലേഷൻസ്. ഇതെങ്ങനെ സാധിച്ചേ? ആരാ പ്രൊഡ്യൂസർ? ഒരുപാട് കാലമായില്ലടാ സിനിമയുടെ പിന്നാലെ. എത്രയോ സംവിധായകന്മാരുടെ അസിസ്റ്റന്റായി, എത്രയോ പ്രൊഡ്യൂസർമാരുടെ വീടുകൾ നിറങ്ങി. 12 വർഷമായില്ലടാ ഞാൻ സിനിമയ്ക്ക് പിന്നാലെ പോയിട്ട്. പ്രസാദ് ചന്ദ്രൻ 3 വർഷമായിട്ട് എന്നെ നടത്തിക്കുന്നു. അവസാനം ഇപ്പോഴാ സമ്മതം മൂടിയത്. നീ എങ്കിലും രക്ഷപ്പെട്. നീ എന്തായാലും ഞങ്ങളെ മറന്നില്ലല്ലോ. സിനിമയുടെ കയ്പുനീർ കുടിച്ച് സിനിമാ ലോകത്തെത്തിയവർ ആരും ഒന്നും മറക്കാറില്ല. ആട്ടെ, നിങ്ങളുടെ കാര്യം എന്തായി? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നന്നായി. ഒരു സദ്യതര മറക്കരുത്. നിങ്ങൾ സിനിമ ചെയ്യുന്ന കാര്യവും. ഓ, ഞങ്ങൾക്ക് മടുത്തറ. ഞങ്ങളൊരു കൂട്ടുകാരനുണ്ട്, സാഗർ. അവ ഇപ്പൊ ഗൾഫിലാ. 2 ദിവസത്തിനകം അവൻ വരും. അവസാനം ഞങ്ങൾ പ്രവാസികളാവാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ സിനിമയൊക്കെ മനസ്സിൽ മാത്രം. പ്രൊഡ്യൂസർ ദേവാനന്ദ സാർ പുതിയ സ്ക്രിപ്റ്റ് തപ്പുന്നുണ്ടെന്നറിഞ്ഞു. ഒന്ന് ശ്രമിച്ചൂടെ? ഒരുപാട് ശ്രമിച്ചതാടാ. നിങ്ങൾ ഒരുപാട് വട്ടം ദേവാനന്ദനെ കണ്ടിട്ടുണ്ടാവും. ഇനിയും കാണണം. എപ്പോഴാ അവര് നമ്മുടെ നേരെ കണ്ണു തുറക്കാന്നറിയില്ലല്ലോ. അത് വേണോടാ? വേണം. ഒരവസാന ശ്രമം കൂടി നടത്തി നോക്ക്. എന്നിട്ട് മതി ഗൾഫിൽ പോക്ക്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എല്ലാവരും പൂജയ്ക്ക് വരണം. തീർച്ചയായും. ഒന്നുകൂടെ പോയി കണ്ടാലോ? ശരി, ഒരു അവസാന ശ്രമം. ഉണ്ണി, സാറുണ്ടാ?
എന്താ സാർ ഞങ്ങളെ മനസ്സിലായോ? ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. സാർ, ഞങ്ങൾ ഒരിക്കലും ഒരു തിരക്കഥ വായിക്കാൻ തന്നിരുന്നു. സാറിന്റെ കയ്യിൽ നിന്ന് അറിയാതെയാകും അത് മിസ്സായി. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടിയത്. വന്ന കാര്യം പറ, എനിക്ക് വേറെ ജോലിയുണ്ട്. സാർ, ഞങ്ങൾ തിരക്കഥ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഒന്ന് വായിച്ചു നോക്കണം സാർ. നിർത്ത്. നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കാൻ എനിക്ക് സൗകര്യമില്ല. ഇത് പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുന്ന സിനിമയാണ് സാർ. ബഡ്ജറ്റ് വളരെ കുറവാണ്. സാർ ഒന്ന് വായിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആണോ? എങ്കിൽ ആ സ്ക്രിപ്റ്റിംഗ് തരൂ. ഇതിന്റെ സ്ഥാനം ദാ ഇവിടെ. നീയൊന്നും ഈ ജന്മത്തെ സിനിമയെ കാലുകുത്തില്ല. എല്ലാം പെറുക്കിയെടുത്ത് ഇറങ്ങി പോടാ. സാർ, ഇതിൽ ഓരോ വരികളും ഞങ്ങൾ പകർത്തിയത് കടലാസിലല്ല, ഞങ്ങൾ മനസ്സില. വലിച്ചെറിഞ്ഞാലൊന്നും അത് പോകില്ല സാർ. ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം സാർ. സിനിമയുണ്ടാക്കാൻ നടക്കുന്നു. ഇന്ദു അല്ലേടാ അത്? ഇന്ദു ഇവിടെ? ഇന്ദു, ഹലോ, എന്താ അവിടെ നിന്ന് പെൺകുട്ടി ഇവിടെ താരാ? ഇന്ദു മോള്, മുതലാളിയുടെ ഒരേ ഒരു മകള്. സത്യം? ഞാൻ എന്തിനാ നുണ പറയുന്നത്? സാറുമാര് പോയാട്ടെ. ചെല്ലി എന്തിനാ ഇങ്ങോട്ട് വന്നത്? എടാ, നിനക്ക് എന്താ പറ്റിയത്? നീ കാര്യം പറ. പറയാം. നീ വളരെയധികം ചിന്തിച്ച് ഉത്തരം പറയാം. എന്താ ഇത്ര വലിയ കാര്യം? തമാശയല്ല. ഞാൻ പറയുമ്പോൾ നിനക്ക് ദേഷ്യം വരരുത്. നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാനുള്ള നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. എന്തവസരം? പറയാം. ഇന്ദു. ഇന്ദു? അതെ. ഒരിക്കലും നിന്നെ പോലൊരു ദരിദ്രവാസിക്ക് ദേവാനന്ദൻ മകളെ വിവാഹം ചെയ്തു തരില്ല. അയാൾ കോടീശ്വരനാ. മറ്റൊരു കോടീശ്വരനെ കൊണ്ടേ അയാൾ ഇന്ദുവിനെ കെട്ടിക്കും. അതിന് നീ ഇന്ദുവിനെ കൂടുതൽ സ്നേഹിക്കണം. സ്നേഹിക്കുന്നുണ്ടല്ലോ. ഒരിക്കലും പിരിയാൻ പറ്റാത്തവണ്ണം ഇന്ദു നിന്നോട് അടുക്കണം. ഇപ്പോഴും അങ്ങനെ ആണല്ലോ. ഇത് ദേവാനന്ദൻ അറിയും. ശരിയാ. എന്നെങ്കിലും അയാൾ ഇതറിയും. അയാൾ നിന്നെ ഭീഷണിപ്പെടുത്തും, തല്ലും. പക്ഷെ നീ ഒരിക്കലും പിന്മാറരുത്. ഇല്ലടാ, ചത്താലും ഞാൻ പിന്മാറില്ല. ഗുഡ്. അയാളുടെ ഒരേ ഒരു മകൾ. അവസാനം ഗത്യന്തരമില്ലാതെ അയാൾ കീഴടങ്ങും. അയാൾ വന്ന് കാല് പിടിക്കും, അപേക്ഷിക്കും പിന്മാറാൻ. എന്നാലും ഞാൻ പിന്മാറില്ല. പിന്മാറണം. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ അംഗീകരിച്ചാൽ മാത്രം. കണ്ടീഷൻ? എന്ത്? അതെ, ബ്ലാക്ക് മെയിലിംഗ്. നമ്മുടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ ഈ പ്രണയത്തിൽ നിന്ന് പിന്മാറാമെന്ന കണ്ടീഷൻ. അത് ശരി. അപ്പൊ ഇതാണ് നിന്റെ മനസ്സിലിരിപ്പ്. വാ, വീട്ടിൽ പോ. ഇതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നടക്കണം. നീ എന്തായി പറയുന്നത്? ഇന്ദു ഒരു പാവം കുട്ടിയാ. അവളെ ചതിക്കാൻ എനിക്ക് പറ്റില്ല. ചതി മണ്ണാൻ കട്ട. എടാ, നമുക്ക് വലുത് സിനിമയല്ലേ? ഇതൊരു അവസരമാ. ഇത് നഷ്ടപ്പെടുത്തി കളയരുത്. നീ എന്ത് പറഞ്ഞാലും ഇത് നടക്കില്ല. എടാ, ചിന്തിക്കേ. ഞാൻ പറയുന്നത് നിന്റെ തലക്കകത്ത് കേറുന്നില്ലേ? മതി, നിർത്ത. ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. പ്രേമം ജീവിക്കാൻ ഒരു അവസരം കിട്ടുമ്പോഴാ കാണാടാ ഞാനിത് കലക്കും. ഇവനിത് കലക്കോ? ആരാടാ? ഇന്ദുവാ. ഹലോ, ഇന്ദു എവിടെ? ഗാന്ധി പാർക്കിലോ? ഞാൻ എത്തി. എടാ, ഈ ഷർട്ട് ഞാനിടാൻ വേണ്ടി അയൺ ചെയ്ത് വെച്ചതാ. താങ്ക് യു. തൽക്കാലം ഇത് ഞാൻ ഇടാം. എവിടേക്കാ? ഹാപ്പിയാണ്. ഇന്ദു ഗാന്ധി പാർക്കിൽ വരാന്ന് പറഞ്ഞേ. പ്രേമിക്കാൻ പറ്റിയ സമയം. എടാ, ഇന്നല്ലേ മറ്റേ നിർമ്മാതാവിനെ കാണാൻ പോകുന്ന പറഞ്ഞിരുന്നു. അത് ഇത് കഴിഞ്ഞിട്ട് പോവാം. ചായ കുടിച്ചിട്ട് പോവാം. ചായ നിന്റെ കണവന് കൊടുത്തരാ. ബൈ. ഹലോ. വളരെ സുപ്രധാനമായ ഒരു കാര്യം പറയുവാനാ ഞാൻ വിളിച്ചത്. നിങ്ങൾ ആരാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുവാൻ എനിക്ക് കഴിയും. വിക്കട ഫോൺ വിളിച്ചാളെ കളിയൊക്ക. കളിയല്ല, കാര്യമാണ് മിസ്റ്റർ ദേവാനന്ദൻ ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഏക മകൾ ഇന്ദുവും
സിനിമ സംവിധാനം ചെയ്യാൻ ചാൻസ് തെണ്ടി നടക്കുന്ന കൃഷ്ണൻ എന്ന യുവാവും തമ്മിൽ പ്രേമത്തിലാണ്. തോന്നിവാസം പറയുന്ന തെണ്ടി അടിച്ചതിൽ ഷേപ്പ് ചെയ്യാൻ പറ്റും. തെണ്ടി ആരാണെന്ന് തൽക്കാലം ഞാൻ പറയുന്നില്ല. ആ യുവാവും നിങ്ങളുടെ മകളും ഇപ്പോ ഗാന്ധി പാർക്കിൽ മനസ്സും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദേവാനന്ദ് സാർ വിഷമിക്കണ്ട. എന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ ഈ പ്രേമം പുഷ്പം പോലെ പൊളിച്ചുതരാം. അയ്യോ വേണ്ട, സഹായത്തിന് നന്ദി. ഇത് ഞാൻ തന്നെ പുഷ്പം പോലെ പരിഹരിച്ചോളാം. ഏറ്റില്ല. മൃദുലേ, കാപ്പിയായില്ലേ? അണയൂ സഖി സ്നേഹയമുനയായി. ഒന്നും സംഭവിച്ചില്ലേടാ? എന്താ പറഞ്ഞ? അല്ല, പാർക്കില്. അതെ, പാർക്കിൽ ഞാനും ഇന്ദുവും ആടിപ്പാടി. ഇത് അവസാനത്തെ ആടിപ്പാടലാണ്. അല്ല, സന്തോഷമായില്ലേന്ന്? സന്തോഷമായി. ഇന്ദുവിനെ ഇങ്ങോട്ട് വിളിക്കായിരുന്നില്ലേ? നീ വീട്ടിൽ പോയില്ലേ? വീട്ടിലേക്കോ? ആ, അമ്മ വിളിച്ചിരുന്നു വീട്ടിലേക്ക് ചെല്ലാൻ. അമ്പലത്തിൽ വെച്ച് ചെറിയൊരു താലിയിട്ട് ചടങ്ങ് നടത്താന്ന് പറഞ്ഞു. രക്ഷപ്പെട്ടല്ലോടാ. പെട്ടുപോയെന്ന് പറയാളിയാ. എന്നത്തെ കടാ ഫംഗ്ഷൻ? ഒരാഴ്ച കഴിഞ്ഞ്. അമ്മേ, മോളെ, അമ്മേ, മോളെ ഇറങ്ങാം മോളെ. അമ്മ കയറി ഇരിക്കുന്നില്ലേ? വേണ്ട മോനെ, പോകുന്ന വഴി ശ്രീധരൻ മാമനോട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ തന്നെ വൈകി. ശരി, ഇറങ്ങട്ടെ മോനെ. ഒരിക്കൽ ഞാൻ ഇന്ദുവിനെ ഇവിടേക്ക് കൊണ്ടുവരും. നീ ആ പരസ്യക്കാരെ കണ്ടോ? ഇല്ല. ഓ ഇല്ല, പ്രേമം അത് മാത്രമല്ലേ മനസ്സിലുള്ളൂ. എടാ എങ്ങനെ ശരിയാവാനാണോ? പ്രേമമാണത്ര പ്രേമം. ഇവിടെ പ്രേമിക്കണമെങ്കിൽ മിനിമം ഒരു ഷർട്ട് എങ്കിലും സ്വന്തമായിട്ട് വേണം. നിന്റെ ഉണക്ക ഷർട്ട്. ഓ തല്ലേണ്ട ആളെ ഞാൻ. അവൻ ചുവപ്പിൽ നീല വരെയുള്ള ഷർട്ടായിട്ടിരിക്കുന്നു. വാ. എന്താ ഇത് മനസ്സിലായില്ല? ഈ മുതലാളിയുടെ മകളെ കയറി പ്രേമിക്കുക. ഞാനാ? അത് ഞാനല്ല. ഈ ഓമനെ കുട്ടിനെ പറ്റിക്കാൻ നോക്കുന്നതാണ്. ഇതേത് വകുപ്പിൽപ്പെട്ടതാടാ? നീ എന്തിനാടാ വന്നപ്പോ തന്നെ ഈ ഉടുപ്പ് ഊരിയിട്ടത്? എന്ത്? ഒന്നുമില്ലേ? ഹലോ, ദേവാനന്ദൻ സാറല്ലേ? അതെ. സഹായിച്ചതിനുള്ള പ്രതിഫലം കിട്ടി. നന്ദി പറയാൻ വിളിച്ചതാ. താൻ എന്താ പറയുന്നത്? നിങ്ങളുടെ മന്ദബുദ്ധികളായ ഗുണ്ടകളില്ലേ, അവരെന്നെ ആള് മാറി തല്ലി. ഗുണ്ടകളുടെ നേതാവില്ലേ ആ വയറൻ, അവനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഞാനല്ല എന്ന്. നിന്റെ പേരെന്താ? ഞാൻ ഉണ്ണിയ, ലൂമിയർ ബ്രദേഴ്സ് അഡ്വർടൈസ്മെന്റ് കമ്പനിയിലെ രണ്ടുപേരിൽ ഒരാൾ. ഓ, നിങ്ങൾ രണ്ടാളും കൂടി എന്റെ നെഞ്ചത്തോട്ട് കയറാൻ എന്നോട് നിങ്ങൾക്ക് വല്ല പൂർവ്വവൈരാഗ്യം ഉണ്ടോടാ തിണ്ടികളെ? അവൻ ചെയ്തത് തെറ്റാ. കോടീശ്വരനായ സാറിന് വെറും പീറ ചെറുക്കനായ കൃഷ്ണനെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഞാൻ അവനോട് പറഞ്ഞതാ പിന്മാറാൻ. എന്നാൽ അവൻ ഇന്ദുവിനെ മാത്രമേ കെട്ടൂന്നാ പറഞ്ഞത്. എങ്കിൽ അവനെ ഞാൻ കൊല്ലും. സാറേ, ഇലയ്ക്ക് മുള്ളിന് കേടില്ലാത്ത വിധം വളരെ മനോഹരമായി ഞാൻ ഈ ബന്ധം വേർപെടുത്തി തരാം. പക്ഷേ എന്റെ ഒരു ആഗ്രഹം സാർ സാധിച്ചു തരണം. ആഗ്രഹോ? വെച്ചിട്ട് പോടാ.
അതും ഏറ്റില്ല. ഇങ്ങനെ പട്ടിണി കിടന്ന അച്ഛനെ തോൽപ്പിക്കാനാണോ ഭാവം? ചെന്ന് ഭക്ഷണം കഴിക്കേ. എനിക്ക് വേണ്ട. നീ പട്ടിണി കിടന്ന് ചത്ത അവന് വേറെ പെണ്ണിനെ കിട്ടും, എനിക്ക് എന്റെ മകളെ കിട്ടില്ലല്ലോ. നോക്കിയേ, നിന്റെ ഏതെങ്കിലും ആഗ്രഹം അച്ഛൻ സാധിച്ചു തരാതിരുന്നിട്ടുണ്ട്. ശരി, നമുക്ക് ആലോചിക്കാം. ഇപ്പൊ ഭക്ഷണം കഴിക്കും. സത്യാണോ അച്ഛാ? താങ്ക് യു അച്ഛാ. പോയി ഭക്ഷണം കഴിക്കും. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, ഉടൻ തന്നെ. നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് കരുതി? വെറും വിഡ്ഢിയാണ്. ഒരു കുഞ്ഞു പോലും അറിയാതെ രണ്ടിനെയും കൊന്ന് കാട്ടിലോ പുഴയിലോ തള്ളാൻ എനിക്കറിയാം. മര്യാദയുടെ ഭാഷയെ പറയാ. ഇനി ഒരിക്കലും കൃഷ്ണൻ എന്തുവിനെ കാണരുത്, മനസ്സിലായോ? മനസ്സിലായില്ല. നിങ്ങൾ എന്ത് കരുതി? 2 ഡയലോഗ് കേട്ടാ ഞാൻ പേടിച്ചു പോകുന്നു. ഭീഷണിയൊന്നും എന്നോട് വേണ്ട. ഞാൻ ശത്രുവായല്ല, മിത്രമായ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ചെയ്തോളൂ, ഞാൻ പോകുന്നു. നിൽക്ക്. നിനക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയും? പലതും. അവരെ എന്നേക്കുമായിട്ട് പിരിക്കാനും വേണമെങ്കിൽ ഒന്നിപ്പിക്കാനും. പിരിക്കാനാണെങ്കിൽ എന്റെ കണ്ടീഷൻ സാർ അംഗീകരിക്കണം. വേണ്ട, നീ എന്നോടൊന്നും പറയണ്ട. ഞാൻ അങ്ങോട്ടൊരു ഓഫർ വയ്ക്കാം. ഈ പ്രേമം നീ ഭംഗിയായി പൊളിച്ചു തന്നാ എന്റെ അടുത്ത സിനിമ സംവിധാനം ചെയ്യുന്നത് നീയായിരിക്കും. ഈ ദേവാനന്ദം വാക്കു പറഞ്ഞ വാക്കാ. സാറ് ധൈര്യമായിട്ടിരിക്കും, ഞാൻ പണി തുടങ്ങി കഴിഞ്ഞു. ഓമനെ, ഇതാ മുതലാളി. അഡ്വാൻസ്. താങ്ക് യു സാർ. എത്തിയോ? നീ ഇതെവിടായിരുന്നു? ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാടാ. അല്ല, നീ എവിടെ പോന്നു? ഒരുങ്ങിയൊക്കെ? ഞാനല്ല, നമ്മൾ പോകുന്നു. ഏതെങ്കിലും പരസ്യക്കാരെ കിട്ടുമോ നോക്കാം. ഹലോ മോനെ, അവനെന്തേ? ആ അമ്മേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. കൃഷ്ണനോ? അതെ. ആ, കൊണ്ട് കൊടുക്കാം. എടാ, നിന്റെ അമ്മയാ. നിന്റെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ലെന്ന്. അമ്മേ, മോനെ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ. മീരയ്ക്ക് ഇന്നാ ഓപ്പറേഷൻ. ഇന്നോ? അതിന് എവിടുന്നാ അമ്മേ പണം? പണം മോനല്ലേ അടച്ചത്? മോന്റെ പേര് പണം അടച്ചു എന്നാ ഇവിടെ നിന്നും പറഞ്ഞത്. നീ വേഗം വാ. ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോ മീരയാകെ പേടിച്ചിരിക്കുക. ആ, ഞാനിപ്പോ എത്താമേ. ഹോസ്പിറ്റൽ ആരോ ബില്ലടച്ചത്, അതും എന്റെ പേരില്. അത് ചിലപ്പോ അമ്മാവനോ മറ്റോ ആരുടെ എന്തെങ്കിലും കടം മേടിച്ച് അടച്ചായിരിക്കും. അല്ല, നീ പോകുന്നില്ലേ? ആ, എന്റെ മൊബൈൽ ഫോൺ കാണുന്നില്ല. എവിടെ കൊണ്ടുപോയി കളഞ്ഞ്? ഞാൻ ഇവിടെ വച്ചിരുന്നതാ. ഒടുക്കത്തെ മറവി തന്നെ. ഇത് എവിടെയെങ്കിലും വെച്ച് മറന്നിട്ടുണ്ടാവും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ, അത് പോയി മോനെ. ദേ സ്വിച്ച് ഓഫ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാണോ ഇപ്പൊ വലിയ കാര്യം? എടാ, നീ വേഗം ഹോസ്പിറ്റലോട്ട് ചെല്ല്, ഞാനങ്ങ് വന്നോളാം. ഫോൺ ഞാൻ നോക്കി എടുത്തോളാം. ശല്യം. എനിക്ക് നീ വെറും ടൈം പാസ് മാത്രം. നിന്നിലുള്ള താല്പര്യം എനിക്ക് കുറഞ്ഞിരിക്കുന്നു. ഇനി നീ എനിക്ക് ഞാൻ മറന്ന കാമുകിമാരിൽ ഒരാൾ മാത്രം. ഗുഡ് ബൈ.
ഹലോ ഉണ്ണി ഞാനാ. ഫോൺ കിട്ടിയോ? ഇവിടെ എങ്ങും ഇല്ല. ഹോസ്പിറ്റൽ എന്തായി? ഓപ്പറേഷൻ തിയേറ്ററിലാ. നീ വരുന്നില്ലേ? ആ ശരി, ഞാൻ ഉടനെ വരാം. നീ പെട്ടെന്ന് വാ. ഓക്കേ. എടാ ഞാനിവിടെ ഒറ്റയ്ക്കാ. നീ കുറച്ചു ദിവസം അവിടെ നിക്ക്. നീ അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. ഞാൻ വരാം. എന്റെ കാശ് കുറച്ച് പണം സൈതാലിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങാം. ശരി. ഹലോ സാർ, ഞാൻ ഉണ്ണിയാ. എന്താ ഉണ്ണി? ഇന്ദു പുറത്തേക്ക് പോയോ? പോയല്ലോ. ഇന്ദു മടങ്ങി വരുമ്പോ വളരെ സങ്കടഭാവത്തിൽ സാറ് ഞാൻ പറയുന്നത് പോലെ ഇന്ദുവിനോട് പറയണം. ഓക്കേ. എന്താ ഇന്ദു? കൃഷ്ണൻ എവിടെ? പുറത്തോട്ട് പോയല്ലോ. എന്താ ഇന്ദു മുഖം വല്ലാതിരിക്കുന്നേ? അവനൊരു ചതിയനാ. എന്താ ഉണ്ടായെന്ന് പറയൂ. ഛേ, അവൻ എന്തിന്റെ കേടാ? എത്ര പെൺകുട്ടികളുടെ കണ്ണിന് ശാപം വാങ്ങിക്കൂട്ടുന്നേ. എന്താ എന്താ പറഞ്ഞത്? അത് ഞാൻ എങ്ങനെ പറയൂ ഇന്ദു? അവനെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? പക്ഷേ ഇന്ദു എനിക്ക് സ്വന്തം പെങ്ങളെ പോലെയാ. സുന്ദരികളായ പെൺകുട്ടികൾ അവന്റെ ഒരു വീക്ക്നെസ്സാ. പക്ഷെ ഇന്ദുവിനോട് അങ്ങനെ പെരുമാറുന്നു ഞാൻ കരുതിയില്ല. കൃഷ്ണൻ എവിടെ? എനിക്ക് കാണണം. അത് ഒരു നിമിഷം. ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയിരിക്കുക. ഇത് കുറെ വർഷങ്ങളായിട്ടുള്ളതാ. ഇന്ദുവിന്റെ അച്ഛൻ ഇവിടെ വന്നിരുന്നു കൃഷ്ണനെ കാണാൻ. അവന് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. മറ്റു പലതുമാണ് അവന്റെ ലക്ഷ്യമെന്നും പറഞ്ഞു. 2 ലക്ഷം രൂപ കൊടുത്താൽ പിന്മാറാമെന്നും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ഇത് പണവും വാങ്ങി. എന്താ മോളെ? അച്ഛൻ കൃഷ്ണന് പണം നൽകിയോ? അത് മോളെ പറയോ അച്ഛാ. കൃഷ്ണനോട് സംസാരിക്കാൻ ഞാൻ അവിടെ പോയിരുന്നു. നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോ അവൻ എന്നെ പരിഹസിച്ചു. അവന്റെ ഉദ്ദേശം മറ്റു പലതുമായിരുന്നു മോളെ. ഞാൻ അവന്റെ കാലു പിടിച്ച് കരഞ്ഞു പറഞ്ഞു നോക്കി. അവസാനം 2 ലക്ഷം രൂപ കൊടുത്ത അവൻ പിന്മാറാന്നും സമ്മതിച്ചു. എനിക്ക് എന്റെ മകളാ വലുത്. ഞാൻ ആ പണം കൊടുത്തു. എന്നോടെല്ലാം തുറന്നു പറയാമായിരുന്നില്ലേ അച്ഛാ? പറഞ്ഞില്ലേ എനിക്കെന്റെ മകളാ വലുതെന്ന്? 2 ലക്ഷമല്ല, എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ അവന് കൊടുക്കുമായിരുന്നല്ലോ. ഇനി അച്ഛൻ പറയുന്നത് മുഴുവൻ ഞാൻ അനുസരിച്ചോളാം. മോളെ, മോള് കുറച്ചു ദിവസം ഇവിടുന്ന് മാറി നിൽക്കണം. കൊച്ചച്ഛന്റെ വീട്ടിലേക്ക് പോയാൽ മതി. മനസ്സിന് കുറച്ച് സമാധാനം കിട്ടും. ചെല്ലേ. താങ്ക് യു ഉണ്ണി. സക്സസ്. നീ ബുദ്ധിമാനാ. താങ്ക് യു സർ. അപ്പോ എന്റെ സിനിമ പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോളൂ. ആർട്ടിസ്റ്റുകളെയും തീരുമാനിച്ചു. എല്ലാം ഉണ്ണിയുടെ ഇഷ്ടം. പടം ഹിറ്റാവും. ദേവാനന്ദന്റെ വാക്കാ. വെറും വാക്ക്. വിധികളിലെന്നും മനം തളരുകയാണോ സ്വയം? വിധികളിലെന്നും മനം തളരുകയാണോ സ്വയം? മൃദുലമോഹങ്ങൾ മധുരഭാവങ്ങൾ നിറയുമെന്നോർമ്മയിൽ. മൃദുലമോഹങ്ങൾ മധുരഭാവങ്ങൾ നിറയുമെന്നോർമ്മയിൽ. അതിലോലൻ ഹൃദയാങ്കുരം തഴുകൂ. മൊഴികൾ ഇടറുന്നുവോ? ഹൃദയം തേങ്ങുന്നുവോ? മൊഴികൾ ഇടറുന്നുവോ? ഹൃദയം തേങ്ങുന്നുവോ? മറയുന്ന സന്ധ്യ പോലും
വിരഹാർദ്രയായി നിൽപ്പൂ. ആ ഉണ്ണി എന്താടാ മീരയുടെ കണ്ണിന്റെ കെട്ടയച്ചോ? ഇല്ല, നാളെ അഴിച്ചേക്കും. 2 ദിവസത്തിനുള്ളിൽ പോകാന്നാ ഡോക്ടർ പറഞ്ഞത്. നീ അവരെ വീട്ടിലെത്തിച്ച് പതുക്കെ സമാധാനമായി അങ്ങോട്ട് വന്നാ മതി. എടാ, എനിക്കൊരു പുതിയ നമ്പർ എടുക്കണം, ഒരു മൊബൈലും. ചേടാ, അതൊക്കെ പിന്നെ സംഘടിപ്പിക്കാം. എടാ, നീ ഇന്ദുവിനെ കണ്ടോ? അവള് വിളിച്ച് കിട്ടാതെ വിഷമിക്കുന്നുണ്ടാവും. നിന്നെ എങ്ങനെ വിളിച്ചോ? ആ, ഒരു വട്ടം. എടാ, നീ ഇങ്ങനെ ഹോസ്പിറ്റലാണെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. നീ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചേ. ആരെ? എടാ, ഇന്ദുവിനെ. ഓ, അത് പിന്നെ വിളിക്കാം. നീ ആ ഫോൺ അതിൽ ബാലൻസ് ഇല്ല. ഞാനൊന്ന് നോക്കട്ടെ. സ്വിച്ച് ഓഫ്. ആ, അതാ പറഞ്ഞേ, സ്വിച്ച് ഓഫ് ആണ്. നീ വാ, നമുക്ക് ചായ വാങ്ങിച്ചിട്ട്. എന്താ ഉണ്ണിയേട്ടാ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാനൊരു സിനിമാ സംവിധായകനാവാൻ പോകുന്നു. സത്യം? യെസ്. അവസാനം ഈ ഉണ്ണിയും സിനിമാ തറവാട്ടിലെ അംഗമാവാൻ പോകുന്നു. തനിച്ചോ? അപ്പൊ കൃഷ്ണൻ? അതാ ഒരു പ്രശ്നം. അവർക്ക് എന്നെ മാത്രം മതി. അവരോട് ഞാൻ പറഞ്ഞതാ, പക്ഷെ അവർക്കത് സമ്മതമല്ല. എങ്കിലും ഉണ്ണിയേട്ടാ, നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനൊരു അവസരം കിട്ടുമ്പോ വേണ്ടെന്ന് വെക്കണം. ഒന്നിച്ച് ഇതിനുശേഷം ആവാലോ. ആ പിന്നെ ഇപ്പൊ ഇത് മറ്റാരും അറിയണ്ട. കൃഷ്ണനും അറിഞ്ഞിട്ടില്ല. എല്ലാം സമയമാകുമ്പോ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. പോട്ടെ, ചില പ്രധാന കാര്യങ്ങൾ നിർമ്മാതാവായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ, ശരി. എന്റെ മകളെ ഞാൻ അവന്മാരറിയാത്ത സ്ഥലത്തേക്ക് മാറ്റി. ഉണ്ണി അവൻ ചതിയനാ. സ്വന്തം കൂട്ടുകാരനെ ചതിക്കാൻ കൂട്ടുന്നവൻ. സിനിമയും സ്വപ്നം കണ്ടു നടക്കുന്ന അവന്റെ കാലുകൾ തല്ലി ഒടിക്കണം. 2 മാസമെങ്കിലും അവൻ കിടന്ന കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കണം. അങ്ങനെയാണെങ്കിൽ മുതലാളി ഒരു കിടക്ക വാങ്ങി കൊടുക്കേണ്ടി വരും. എന്തിന്? അവന്റെ വീട്ടിൽ കിടക്ക ഇല്ല മുതലാളി. ഓ, കഴുത ഒക്കെ കൊളാക്കുവോ? ഇല്ല മുതലാളി, ഇത് ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്തോളാം. അവൻ ഒറ്റയ്ക്ക് വീട്ടിൽ കാണും. ഒറ്റയ്ക്ക് തന്നെ പോയാ മതി. ശരി മുതലാളി. മുതലാളി, ഞാനാ ഓമനക്കുട്ടൻ. എന്തായി ഓമനെ? ഒരബദ്ധം പറ്റി മുതലാളി. വീണ്ടും ആളെ മാറി തല്ലിയോ? ഇല്ല മുതലാളി, ഞാൻ തല്ലിയപ്പോ അവൻ ചത്തുപോയി. ചത്തുപോയെന്ന്? അതേ മുതലാളി, എനിക്ക് പേടിയാവുന്നു. എടാ, അവന്റെ കാല് തല്ലി ഒടിക്കാനല്ല കഴുത നിന്നോട് ഞാൻ പറഞ്ഞത്. മുതലാളി, ആരെങ്കിലും വന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വരാം. നീ ഇങ്ങോട്ടൊന്നും വരണ്ട. ഞാനും നീയുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല. മുതലാളി, നീ ഇങ്ങോട്ടെങ്ങോ വന്നാ നിന്നെ ഞാൻ കൊല്ലും. എവിടെയെങ്കിലും പരീക്ഷപ്പെടും. മുതലാളി എന്നെ കൈയൊഴിയരുത്. മുതലാളിക്ക് വേണ്ടിയല്ലേ ഞാൻ. എന്ന് നീ ആരോടെങ്കിലും പറഞ്ഞാ ഞാൻ അങ്ങോട്ട് പോകും. വീട്ടിലെന്റെ ഭാര്യ മാത്രമല്ലേ ഉള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം. മുതലാളി, ഓ, അതല്ലടാ കഴുത, ചെലവിനടുത്ത് കൊടുത്തോളാം. നീ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടും. മനസ്സിലായി? ഞാനാ മുതലാളി. ഞാനോ? ഏത് ഞാൻ? നീയായിരുന്നോ? ദാ പാല്. എനിക്ക് തേരുമാനൊന്നും വേണ്ട. കൊണ്ടുപോ. ഹലോ, ദേവാനന്ദൻ സ്പീക്കിംഗ്.
ഷൺമുഖം സ്പീക്കിംഗ്. രാത്രിയാണ് ഇവിടെ കഴുതി പിടിക്കുന്നേ. ഓർമ്മിക്കടാ. ഞാൻ ഷൺമുഖം. നിന്നോടല്ലേ പറഞ്ഞത്? Shut up. മരക്കച്ചവടക്കാരൻ ഷൺമുഖനല്ലേ? അല്ല, തന്റെ കാലൻ ഷൺമുഖം. കൊലപാതകം ചെയ്യുന്നതും അതിന് പ്രേരിപ്പിക്കുന്നതും ജീവപര്യന്തമോ വധശിക്ഷയോ കിട്ടാവുന്ന കുറ്റമാണ്. എന്താ പറഞ്ഞത്? ഉണ്ണി എന്ന യുവാവിനെ നിങ്ങൾ പറഞ്ഞിട്ടാണ് കൊന്നതെന്നതിന് എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. അനാവശ്യം പറയരുത്. നിങ്ങളൊരു ചിലന്തി വലയിൽ അകപ്പെട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് ഭക്ഷണമായേ തീരൂ. നിങ്ങൾ ആ മെയിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. ഞാൻ വീണ്ടും വിളിക്കാം. ഓക്കെ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആരെയും ശല്യപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു യുവാവിനെ കൊന്ന ഗുണ്ട ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. ഞങ്ങൾക്ക് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കാം. കൂടെ ഈ ഫോട്ടോസും. ഇടികൊണ്ടാൽ ആര് പറഞ്ഞിട്ട് കൊന്നുവെന്ന് ഇവൻ തത്ത പറയും പോലെ പറയും. പോലീസ് നിങ്ങളെ പൊക്കും. പത്രക്കാരും ചാനലുകാരും പച്ചയോടെ കൊത്തിപ്പറിക്കും. സമൂഹത്തിൽ നിങ്ങൾ പരിഹാസ്യനാകും. സിനിമാ ലോകത്തു നിന്നും എന്നേക്കുമായി നിങ്ങൾ പുറത്താക്കപ്പെടും. എല്ലാത്തിനും എന്റെ ഒരേ ഒരു കോൾ മതി. എന്താ ചെയ്യട്ടെ? ഗുഡ്. ഒരു വിലപേശലിന് എനിക്ക് താല്പര്യമില്ല. ഞാനൊരു തുക പറയും, നിങ്ങളത് തരും. അതോടെ നാം തമ്മിലുള്ള ഡീൽ അവസാനിച്ചു. ജീവിതത്തിൽ ഒരിക്കലും നാം തമ്മിൽ പിന്നെ കാണില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടേ? 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപയോ? നോ, ഞാൻ പറഞ്ഞില്ലേ വിലപേശൽ എനിക്ക് ഇഷ്ടമല്ലെന്ന്. ഞാൻ തരാം. പക്ഷേ ഇതിന്റെ പേര് എന്നെ ഒരിക്കലും ഉപദ്രവിക്കും. ഇല്ല. ഷൺമുഖത്തിന് ഒറ്റ വാക്കേ ഉള്ളൂ. നാളെ ഡാൻസ് ക്ലബിൽ കൃത്യം 3 മണിക്ക് പണവുമായി വരണം. ഒറ്റയ്ക്ക്. പോലീസിനെ അറിയിക്കുകയോ അതിബുദ്ധി എന്തെങ്കിലും കാണിക്കുകയോ ചെയ്താൽ ആദ്യം അകത്ത് പോകുന്ന നിങ്ങളായിരിക്കും. ഓക്കെ. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. മനസ്സ് നിറയും മഴ. മഴ 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 കുളിര് ചൊരിയും മഴ. മഴ 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 മനസ്സ് നിറയും മഴ. മഴ 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 കുളിര് ചൊരിയും മഴ. ഈ മേഘത്തേരിൽ പൂമാനം പോകാൻ നീയും പോരുന്നുവോ? ഓഹോ, ഈ മേഘത്തേരിൽ പൂമാനം പോകാൻ നീയും പോരുന്നുവോ? പവിഴച്ചുണ്ടത്തെ ചിങ്കാരത്തേനും അഴകിന്നാനന്ദ പൂമൊട്ടും. പവിഴച്ചുണ്ടത്തെ ചിങ്കാരത്തേനും അഴകിന്നാനന്ദ പൂമൊട്ടും. കരളേന്തിൻ ചേലത്ത പൂമയിൽ ചാർത്തുന്ന പൊന്മാല്യം ഞാനായിടാ. മഴ 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 മനസ്സ് നിറയും മഴ. മഴ 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 കുളിര് ചൊരിയും മഴ. Hear me on the mic and just listen to me sing. Here now, hear me on the mic and just listen to me sing.
നാടൻ ചിന്തുണർന്ന നേരം വന്നു നീയും കൂടെയാടി പോരൂ വേഗം നാടൻ ചിന്തുണർന്ന നേരം വന്നു നീയും കൂടെയാടി പോരൂ വേഗം നീയായി നുരഞ്ഞു പൊങ്ങുമോ നീ രാഗവേദിയിൽ ഉള്ളിൽ ലഹരി ചേർത്തു നീ മോഹം കൊണ്ടു പാടുമോ നീ ആരും കോതിക്കുന്ന മധുവായി വന്നു നിൽക്കൂ മഴ 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 മനസ്സ് നിറയും മഴ 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 കുളിര് ചൊരിയും മഴ 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 മനസ്സ് നിറയും മഴ 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 കുളിര് ചൊരിയും മഴ ഈ മേഘത്തേരിൽ പൂമാനം പോകാൻ നീയും പോരുന്നു മന്ദം വന്നെടുത്തു നീ മോഹിനിയായി മാറിൽ ചാഞ്ഞിടുന്നു ചെന്താമരയായി മന്ദം വന്നെടുത്തു നീ മോഹിനിയായി മാറിൽ ചാഞ്ഞിടുന്നു ചെന്താമരയായി ആരും കൊതിക്കും നീ സുഖം എന്നും സ്വന്തമാക്കിടാൻ സ്വർണ്ണ ചിറകിലായി വരും നിന്നെ കൊണ്ടുപോകുവാൻ നീ ആരും കോതിക്കുന്ന മധുവായി വന്നു നിൽക്കൂ മഴ 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 കുളിര് ചൊരിയും മഴ 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 മനസ്സ് നിറയും മഴ 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 കുളിര് ചൊരിയും മഴ ഈ മേഘത്തേരിൽ പൂമാനം പോകാൻ നീയും പോരുന്നുവോ ഓഹോ ഈ മേഘത്തേരിൽ പൂമാനം പോകാൻ നീയും പോരുന്നുവോ പവിഴച്ചുണ്ടത്തെ ചിങ്കാരത്തേനും അഴകിൻ ആനന്ദ പൂമൊട്ടും പവിഴച്ചുണ്ടത്തെ ചിങ്കാരത്തേനും അഴകിൻ ആനന്ദ പൂമൊട്ടും കരളേന്തി ചേലത്ത പൂമയിൽ ചാത്തുന്ന പൊന്മാല്യം ഞാനായിടാം മഴ 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 മനസ്സ് നിറയും മഴ 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 കുളിര് ചൊരിയും മഴ സാർ എന്താ ഉണ്ണി എന്നൊരാൾ കുറച്ചു ദിവസം മുമ്പ് ഒരു പൂജാ കാർഡ് അടിക്കാൻ പ്രസിദ്ധ തന്നിരുന്നു പിന്നെ അയാളെ കണ്ടില്ല ഇതിൽ സാറിന്റെ പേരുണ്ട് അതാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്റെ പേര് അതെ ഞാൻ പോട്ടെ സാർ ഹലോ ഹലോ ഇത് ദേവാനന്ദ സാറല്ലേ ഇത് ഞാനേ നിന്നാ ആ പറയൂ താങ്കൾ പുതുമുഖ സംവിധായകരെയും പുതുമുഖ നടന്മാരെയും വെച്ച് സിനിമ എടുക്കുന്നു പറഞ്ഞു താങ്കളെ പോലുള്ള വലിയ നിർമ്മാതാക്കൾ തന്നെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അഭിനന്ദനങ്ങൾ അത് ഞാൻ ഹലോ ഹലോ ഇത് സിനിമാ മംഗളത്തിൽ നിന്നാണ് വിളിക്കുന്നത് താങ്കൾ പുതുമുഖ സംവിധായകരെ വെച്ചു പുതിയ സിനിമ ഹലോ സാർ ചിത്രഭൂമിയിൽ നിന്നാണ് സാർ സാറ് പുതിയ സംവിധായകരെ വെച്ച് തിണ്ടി ചത്താലും തീരില്ലല്ലോ ശല്യം. ഹലോ ഹലോ താനെന്താടോ എന്നെ പൊട്ടനാക്ക്? കാര്യം പറയണം മിസ്റ്റർ. ആ ചത്തുപോയവൻ ചെയ്യുന്ന സിനിമയുടെ പൂജയുടെ വാർത്തകൾ എങ്ങനെ എല്ലായിടത്തും എത്തി? മിസ്റ്റർ, നമ്മൾ തമ്മിലുള്ള ഡീൽ ഇന്നലെ കഴിഞ്ഞു. ഇനി നാം തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്റെ പ്രൊഫഷനിൽ ഞാൻ ആരെയും ചീറ്റ് ചെയ്യാറില്ല. എന്നെ വിശ്വസിക്കാം. പക്ഷേ എന്ത് പക്ഷേ? താങ്കൾ വീണ്ടും ഒരു ഊരാക്കുടുക്കിലാണ് പെട്ടിരിക്കുന്നത്. അതെ, അഴിക്കും തോറും മുറുകുന്ന അസലൊരു കുരുക്ക്. രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ്. താങ്കൾ സെൻട്രൽ ജയിലിനൊരു വാഗ്ദാനമാണ്.
താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? എനിക്ക് തന്നെ കാണണം. യെസ്, ഇനി എന്തിനും താങ്കളെ സഹായിക്കാൻ ഞാനുണ്ടാവും. അതെന്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തികച്ചും ഫ്രീ സർവീസ്. എന്ത് ചെയ്യും ഷൺമുഖ? ഞാനും അത് ആലോചിക്കുന്നത്. ഇനിയിപ്പോ എല്ലാ സിനിമാ വീക്കിലിക്കാരും സിനിമാ ന്യൂസുകാരും ഉണ്ണിയെയും കൃഷ്ണനെയും തിരഞ്ഞെടുക്കും ഇന്റർവ്യൂ ചെയ്യാൻ. എന്താ ശരിയല്ലേ? ഉണ്ണി മിസ്സിംഗ് ആണെന്ന് അവർ കണ്ടെത്തിയാൽ ഞാൻ അപ്പോഴേ നിങ്ങളുടെ ഗുണ്ടയെ റിലീസ് ചെയ്യും. അവനെങ്ങാനും പോലീസ് പൊക്കിയ അവനെല്ലാം പറയും. അതോടെ പ്രശസ്ത സിനിമാ പ്രൊഡ്യൂസർ ദേവാനന്ദന്റെ കാര്യം ഗോവിന്ദ. ഈ കഴുത്തിൽ ഞാനൊരു തൂക്കുകേണ്ട ലക്ഷണം കാണുന്നുണ്ട്. എന്നെ പേടിപ്പിക്കാനല്ല, രക്ഷിക്കാനാ തന്നോട് വരാൻ പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ട് ഒരേ ഒരു മാർഗമേ കാണുന്നുള്ളൂ. എന്താ എന്താ ഷൺമുഖം? ഈ സിനിമ നടക്കണം. എന്ത് മണ്ടത്തര താനീ പറയുന്നേ? ഈ സിനിമ എങ്ങനെ നടക്കും? ആ തെളിച്ചക്കൻ ചത്തില്ലേ? ഈ ഷൺമുഖം മണ്ടത്തരം പറയാറില്ല. ഈ സിനിമ നടന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എങ്ങനെ നടക്കും? അവരിൽ ഒരാൾ ബാക്കിയുണ്ടല്ലോ. എന്താണ് അവന്റെ പേര്? കൃഷ്ണൻ. കൃഷ്ണനോ രാമനോ എന്തോ ആകട്ടെ, അവൻ ഈ സിനിമ ചെയ്യണം. തൽക്കാലം ഉണ്ണിയെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടാകാതിരിക്കാൻ അതാണ് നല്ലത്. ചോദിക്കുമ്പോ അവൻ വിദേശത്തോ മറ്റോ പോയെന്ന് പറയാം. അവിടെയും ഷൂട്ടുണ്ടാകാമല്ലോ. കൃഷ്ണനെ കൊണ്ട് നമ്മൾ അങ്ങനെ പറയിപ്പിച്ചാൽ ഭാവിയിൽ ഉണ്ണി ചത്തതും അവന്റെ അക്കൗണ്ടിൽ പെടുത്താം. സിനിമ ഒറ്റയ്ക്ക് ചെയ്യാനായി ഉണ്ണിയെ കൃഷ്ണൻ അപായപ്പെടുത്തി. എന്താ? തന്നെ സമ്മതിച്ചില്ല. താങ്ക്സ് ഷൺമുഖം. പക്ഷേ ആ കൃഷ്ണൻ സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. കയ്യോ കാലോ പിടിക്ക്. നമ്മുടേതാണ് ആവശ്യം. എന്റെ കൂടെ ഷൺമുഖം കൂടി വരണം. ഞാൻ പറഞ്ഞില്ലേ, ഏത് സഹായത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. പ്രശ്നങ്ങളെല്ലാം തീരാൻ പോവല്ലേ, ഒന്ന് ചിരിക്കേ. അതെ, ഇത്ര ഗൗരവം വേണ്ട. മുഖത്ത് ദയനീയ ഭാവം മതി. ഓ സാർ കയറിയിരിക്കൂ സാർ. അകത്തോട്ടിരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്താ സാർ ഇതുവഴി? അപ്പോ കൃഷ്ണൻ ഒന്നും അറിഞ്ഞില്ല? എന്താ സാർ? ആ, നിന്റെ കൂട്ടുകാരൻ ഇവിടെ. ഉണ്ണിയോ? ഇടയ്ക്ക് അവൻ ഒന്നും പറയാതൊരു പോക്ക് പോ. അവന്റെ മൊബൈല് സ്വിച്ച് ഓഫാ. അയ്യോ. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നം? അപ്പൊ ഉണ്ണി നിന്നോടൊന്നും പറഞ്ഞില്ല? ഇല്ല. ഉണ്ണിക്ക് ഞാൻ സിനിമ ചെയ്യാൻ അഡ്വാൻസ് കൊടുത്തു. എന്നോടൊന്നും പറഞ്ഞില്ല. ഇതിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുണ്ട്. അത് അവന്റെ മുഴുവൻ പേര് ഉണ്ണികൃഷ്ണൻ എന്നാ. അപ്പോ നീ? ഞാൻ വെറും കൃഷ്ണനാ. കൃഷ്ണ, പൂജയുടെ ഡേറ്റായി. മീഡിയക്കാരും പ്രശസ്തരുമായിട്ട് ഒരുപാട് ആളുകളും വരും. ഞാൻ എന്ത് ചെയ്യും? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഈ സിനിമ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതെ, ആ ചെക്കൻ വരുമ്പോൾ വരട്ടെ. കൃഷ്ണ സിനിമ തുടങ്ങണം. അത് പറ്റില്ല സാർ. അതെന്താ? ഓ, ഞങ്ങളുടെ തിരക്കഥ മോശമല്ലേ സാർ? സാർ അത് വലിച്ചെറിഞ്ഞതല്ലേ? അയ്യോ, സത്യത്തിൽ മലയാള സിനിമയിൽ ഇത്രയും നല്ലൊരു തിരക്കഥ ഉണ്ടായിട്ടേ ഇല്ല. സത്യം. എന്നാലും അതല്ല സാർ, പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ. സാർ സൂപ്പർ സ്റ്റാറുകളെ വെച്ചേ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് തിരുത്തി. ഇനി ഞാൻ പുതുമുഖങ്ങളെ വെച്ച് മാത്രമേ സിനിമ ചെയ്യൂ. സത്യം. എന്നാലും സാറ് ഞങ്ങളുടെ തിരക്കഥ വലിച്ചെറിഞ്ഞു. അതാലോചിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വല്ലാത്തൊരു പുച്ഛം തോന്നുന്നുണ്ട്. കുറ്റബോധം കൊണ്ട് എത്രയോ രാത്രികൾ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. പാവം. എങ്കിലും ശരിയാവില്ല സാർ. അങ്ങനെ പറയരുത്. ശരി, ഞാൻ ചെയ്യാം. പക്ഷെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. അത് അംഗീകരിച്ചാൽ ഞാൻ ചെയ്യാം. ശരി, എന്താ നിന്റെ ഡിമാൻഡ്? അത് സാറിന് നിഷ്പ്രയാസം ചെയ്തു തരാനൊക്കെ പറ്റും. താനൊന്ന് പറ. എന്ത് തന്നെ ആയാലും പറഞ്ഞോ, ഞാൻ ചെയ്തു തരാം. ഇന്ദുവിനെ എനിക്ക് വിവാഹം ചെയ്തു തരണം. എന്നാ ഇത് നടക്കില്ല. ഷൺമുഖം, വാ പോകാം. നമുക്ക് വേറെ വഴി നോക്കാം. അല്ല സാർ. ആടോ. ഒരു നിമിഷം സാർ. ഇന്ദുവിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി. എന്നെ ഇഷ്ടമല്ലെന്ന് ഇന്ദു പറഞ്ഞാൽ ഞാൻ ആ നിമിഷം എന്റെ ഡിമാൻഡ് ഉപേക്ഷിക്കാം. ഇന്ദുവിന് സമ്മതമാണെങ്കിൽ പിന്നെ എനിക്ക് എന്ത് പ്രശ്നം? ഞാൻ നടത്തി തരും നിങ്ങളുടെ കല്യാണം. പൂജയുടെ ദിവസം എല്ലാരും കേൾക്കും. ഞാൻ അവളോട് ചോദിക്കാം, ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുക. ഞാൻ നിനക്ക് അവളെ വിവാഹം ചെയ്തു തരും. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അവളെ കാണില്ല. എങ്കിൽ സിനിമയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. ശരി സാർ. പണത്തിന് ഓഫീസുമായി ബന്ധപ്പെട്ടവർ.
പുതുമുഖങ്ങളെ മാത്രം അഭിനയിപ്പിച്ച് പുതുമുഖ സംവിധായകരെ വെച്ച് മലയാളത്തിൽ ഒരുപക്ഷെ ആദ്യമായിരിക്കും ഇങ്ങനെയൊരു സിനിമ ഉണ്ടാകുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മലയാളത്തിലെ പ്രശസ്തനായ നിർമ്മാതാവ് ദേവാനന്ദ സാറാണ്. അദ്ദേഹത്തിന്റെ ധീരതയെ നാം ആദ്യം അംഗീകരിക്കണം. ആദ്യം സംവിധായകരിൽ ഒരാളായ കൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഉണ്ണി വിദേശ ലൊക്കേഷൻ നോക്കാൻ പോയിരിക്കുകയാണെന്ന് പറയാൻ. പ്ലീസ്. സുഹൃത്തുക്കളെ, പുതുമുഖങ്ങളെ വെച്ച്, പുതുമുഖ ടെക്നീഷ്യന്മാരെ വെച്ച്, പുതുമുഖ സംവിധായകരായ ഞങ്ങൾ ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹമുണ്ടാവണം. ഒരു പ്രത്യേക കാര്യം കൂടി ഇവിടെ നടക്കുകയാണ്. ഈ നിൽക്കുന്ന നമ്മുടെ കൃഷ്ണനും ദേവാനന്ദ സാറിന്റെ മകൾ ഇന്ദുവും തമ്മിലുള്ള മനസ്സമ്മതം. ഇന്ദുവിന് കൃഷ്ണനെ ഇഷ്ടമാണെങ്കിൽ ഇരുവർക്കും ഒന്നിക്കാനുള്ള ഒരു വേദി കൂടിയാണ്. ഇന്ദുവിനെ വേദിയിലേക്ക് ക്ഷണിക്കും. പ്ലീസ് കം. എന്റെ കൂടെ ജീവിക്കാൻ ഇന്ദുവിന് ഇഷ്ടമാണ്. സുഹൃത്തുക്കളെ, ഇരട്ട സംവിധായകരിൽ അടുത്തയാളെ ക്ഷണിക്കാൻ പോവുകയാണ്. ഉണ്ണിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യെസ് പ്ലീസ്. ബഹുമാനപ്പെട്ട ദേവാനന്ദൻ സർ, ഇവിടെ എത്തിയ മീഡിയ സുഹൃത്തുക്കളെ, വിശിഷ്ടാതിഥികളെ, ഗുരുനാഥന്മാരെ, സുഹൃത്തുക്കളെ, ഒരു സിനിമ ചെയ്യുവാനുള്ള അടക്കാനാവാത്ത മോഹത്താൽ സിനിമയ്ക്ക് പിന്നാലെ ഞാനും എന്റെ കൃഷ്ണനും വർഷങ്ങളോളം അലഞ്ഞു. കാണാത്ത പ്രൊഡ്യൂസർമാരോ സൂപ്പർ സ്റ്റാറുകളോ ഇല്ല. തളർന്നുപോയ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് താങ്ങായി നിന്നവർക്ക് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ ഒരു സാധ്യത മുന്നിൽ വന്നപ്പോൾ ഞാനും ഒരു വലിയ തെറ്റ് ചെയ്തു. എന്റെ കൂട്ടുകാരൻ കൃഷ്ണനോട്, അതിലുപരി ഈ സിനിമ യാഥാർത്ഥ്യമാക്കുവാൻ ഞങ്ങൾ വലിയൊരു മനുഷ്യനോട് പൊറുക്കാനാവാത്ത തെറ്റ് ചെയ്തു. ദേവാനന്ദൻ സാറിനോട് അത് ഞങ്ങൾ ഏറ്റുപറയുകയാണ്. ചില പ്രധാന കാര്യങ്ങൾ നിർമ്മാതാവായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആള് മാറരുത്. ഇല്ല മുതലാളി, അന്ന് ഞാൻ മുഖം കാണാതെ സിനിമ സംവിധാനം ചെയ്യാൻ നടക്കുന്നു തേണ്ടികള്. അവനെ കൊണ്ടുള്ള നമ്മുടെ ആവശ്യം കഴിഞ്ഞു. എന്റെ മകളെ ഞാൻ അവന്മാരറിയാത്ത സ്ഥലത്തേക്ക് മാറ്റി. ഉണ്ണി അവൻ ചതിയനാ. സ്വന്തം കൂട്ടുകാരനെ ചതിക്കാൻ കൂട്ടുനിന്നവൻ. സിനിമയും സ്വപ്നം കണ്ടു നടക്കുന്ന അവന്റെ കാലുകൾ തല്ലി ഒടിക്കണം. എന്നോടാ അവന്റെ കളി. പ്രശസ്തരായ സംവിധായകരെയും സൂപ്പർ സ്റ്റാറുകളെയും വെച്ച് സിനിമ ചെയ്ത ഞാൻ അവനെപ്പോലുള്ള പീറ ചെക്കനെ വെച്ച് സിനിമ ചെയ്യണമെന്ന്. പുതുമുഖങ്ങൾ. ആ, നീ ഒറ്റയ്ക്ക് പോയാ മതി. ഒറ്റയ്ക്കോ? പേടിയുണ്ടോ? ഇല്ല മുതലാളി. ആളും ബഹളവും ഒന്നും വേണ്ട. ഉണ്ണി അവൻ ചതിയനാ. സ്വന്തം കൂട്ടുകാരനെ ചതിക്കാൻ കൂട്ടുനിന്നവൻ. സിനിമയും സ്വപ്നം കണ്ടു നടക്കുന്ന അവന്റെ കാലുകൾ തല്ലി ഒടിക്കണം. എന്നോടാ അവന്റെ കളി. പ്രശസ്തരായ സംവിധായകരെയും സൂപ്പർ സ്റ്റാറുകളെയും വെച്ച് സിനിമ ചെയ്ത ഞാൻ അവനെപ്പോലുള്ള പീറ ചെക്കനെ വെച്ച് സിനിമ ചെയ്യണമെന്ന്. പുതുമുഖങ്ങൾ.
സാഗർ വിസയും ക്യാൻസലാക്കി വന്നിരിക്കുക സിനിമയിൽ അഭിനയിക്കാൻ. നീ ഇത് എവിടായിരുന്നു? എന്തു പറ്റിയടാ? ഞാൻ പറയാം. എന്നോട് ക്ഷമിക്കണം. നിനക്ക് കിട്ടിയ പണം മീരയുടെ ഓപ്പറേഷനായി ഞാൻ അറിയാതെ നീ നൽകില്ലടാ. നീയപ്പോ ഞാനായി തന്നെയല്ലടാ മാറിയത്. എനിക്ക് നന്മ മാത്രം മതിയടാ എല്ലാം മറക്കാൻ. ഓമനെ, അയ്യോ മുതലാളി, ഞാനാ. ഞാൻ തല്ലിയപ്പോ അവൻ ചത്തുപോയി. ഈ തൊപ്പിയും കോട്ടും അല്ലാണ്ട് കുഴപ്പമാകുമോ? ഓക്കെ ഓക്കെ. ഹലോ, ഷൺമുഖം സ്പീക്കിംഗ്. ഷൺമുഖം സ്പീക്കിംഗ് അല്ലടാ, ഷൺമുഖം സ്പീക്കിംഗ്. നല്ല വെയിറ്റ് ഇട്ട് പറ. അത് ശരി, വെയിറ്റ് ഇട്ട് പറയണോ അല്ലേ? ശരി. ഷൺമുഖം സ്പീക്കിംഗ്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപയോ? ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എന്തായി? എന്ത് പറഞ്ഞു? സംഗതി ഏറ്റു. ദേവാനന്ദൻ നാളെ 50 ലക്ഷം രൂപയുമായി ഇങ്ങോട്ട് വരും. 50 ലക്ഷം രൂപ നമ്മുടെ സിനിമ നടക്കാൻ പോകുന്നതാ ഉണ്ണി. എടാ, നമുക്കിത് ആഘോഷിക്കാം. ആ, ഈ സിനിമ നടന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എങ്ങനെ നടക്കും? അവരിൽ ഒരാൾ ബാക്കിയുണ്ടല്ലോ. എന്താണ് അവന്റെ പേര്? കൃഷ്ണൻ. അയ്യോ, സത്യത്തിൽ മലയാള സിനിമയിൽ ഇത്രയും നല്ലൊരു തിരക്കഥ ഉണ്ടായിട്ടേ ഇല്ല. സത്യം. എന്നാലും അതല്ല സാർ, പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ. സാറ് സൂപ്പർ സ്റ്റാറുകളെ വെച്ചേ സിനിമ ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാനത് തിരുത്തി. ഇനി ഞാൻ പുതുമുഖങ്ങളെ വെച്ച് മാത്രമേ സിനിമ ചെയ്യൂ. സത്യം. ഞാൻ മീര. എന്നെ മനസ്സിലായോ? ഞാൻ കൃഷ്ണന്റെ. പറയണമെന്നില്ല, മനസ്സിലായി. കൃഷ്ണന്റെ കാമുകി. കുട്ടിക്ക് നിശ്ചയമുണ്ടോ കൃഷ്ണന്റെ എത്രാമത്തെ കാമുകിയാ നീയെന്ന്? ഞാൻ പറയട്ടെ? വേണ്ട, കുട്ടി സൂക്ഷിച്ചോ, അവൻ ചതിയനാ. ഇതല്ലേ ആ ഫോട്ടോ? ഇതെന്റെ സ്വന്തം ഏട്ടനാ, കൃഷ്ണൻ എന്ന കൃഷ്ണകുമാർ. എല്ലാം എന്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാ. ഇന്ദു കൃഷ്ണന്റെ മൊബൈലിൽ നിന്ന് അന്ന് മെസ്സേജ് അയച്ചത് ഞാനാ. എന്നോട് പൊറുക്കണം.
ദേവാനന്ദൻ സർ അന്ന് നൽകിയ 50 ലക്ഷം രൂപയിൽ നിന്നാണ് ഞങ്ങൾ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള അഡ്വാൻസ് നൽകിയത്. ഞങ്ങൾ ചെയ്ത വലിയൊരു തെറ്റാണ്. വീടും നാടും മറന്ന് പട്ടിണി കിടന്നു സിനിമയ്ക്ക് പിന്നാലെ അലയുന്നവർ ധാരാളമുണ്ട് സർ ഇവിടെ. ആരാധനയുടെ പൊലിമകൾക്കിടെ ഇടയ്ക്കെങ്കിലും യാഥാർത്ഥ്യങ്ങളിലേക്ക് നോക്കൂ. ദിവസക്കൂലിക്കാരന്റെ ഒരു നേരത്തെ അന്നത്തിന്റെ പണമല്ലേ സർ ഓരോ സിനിമാക്കാരന്റെ പോക്കറ്റിലുള്ളത്. ഈ സിനിമയുണ്ടാക്കാൻ ഞങ്ങൾ കാണിച്ച സാഹസത്തിനിടയിൽ അങ്ങേ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങളെ മാനിച്ച് അങ്ങ് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ നിലവിളക്കിലെ ആദ്യ തിരി തെളിയിക്കേണ്ടത് ദേവാനന്ദൻ സാറാണ്. അങ്ങയുടെ അനുഗ്രഹവും അനുവാദവും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സിനിമ തുടങ്ങൂ. പ്ലീസ് വരൂ സർ. ദേവാനന്ദ ചെല്ല്, ഇത് നല്ലൊരു തുടക്കമാണ്. ഇത്രയെങ്കിലും സസ്പെൻസ് തിരിച്ച് ഞാൻ അങ്ങോട്ട് തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടുത്തെ സിനിമക്കാരനാടോ, അല്ലേ മോളെ? ಕಥೆಗಳೇ ಒಂದು ನವ ಚಿತ್ರಮಾಕಿಯದು ಸಿನಿಮಾ ಎನ್ನುಮೆನ್ನೊಮಿವರಿರುವರು ಮನಸ್ಸಿಲ ಮೋಹಮಾಕಿಯದು ಸಿನಿಮಾ.